പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. കൊടകരയിൽ നിന്നും കണ്ടെടുത്ത കുഴൽപ്പണ കേസ് അന്വേഷിക്കാൻ ഇഡി എവിടെ? സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കാൻ പറന്നിറങ്ങിയ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ഉണ്ടാട്ടമില്ല. എൻകൗണ്ടർ ആരംഭിക്കുന്നു. രഞ്ജിത്ത് ഒളിവിലാണ്. അയാൾ അളിയനാണ് ഈ ദീപക്, അയാൾ BJP കാരനാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് BJPക്ക് എതിരെ ആരോപണം, നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ആരോപണം ഉന്നയിച്ച് നിൽക്കുന്ന സ്ഥിതിക്ക് ആ BJP പ്രവർത്തകനെ വിളിച്ച് ഇങ്ങനെ സംഭവം ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കുമല്ലോ. പാർട്ടി പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു കൊണ്ടുവരൽ ഞങ്ങൾ ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിലെ പ്രതികളെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വിവരങ്ങൾ അപ്പം പോലീസിന് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്. പോലീസ് യഥാർത്ഥ പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും റോൾ ഞാൻ പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്നിട്ടാണ് വെല്ലുവിളിക്കുന്നത്. ഈ കവർച്ച കേസിൽ ഏതെങ്കിലും BJP നേതാവിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യട്ടെ, ഞങ്ങൾ പ്രതികരണട്ടെ. കൊടകരയിലെ കുഴൽപ്പണ കവർച്ച കേസ് BJP സംസ്ഥാന നേതൃത്വത്തോട് അടുക്കുകയാണ്. ഫണ്ട് തങ്ങളുടേതല്ലെന്ന് BJPയും ഫണ്ട് BJPയുടേത് തന്നെയാണെന്ന് പോലീസും ആവർത്തിക്കുമ്പോഴും കണക്കിൽപ്പെടാത്ത കോടികൾ കടത്തിയ കേസ് രാജ്യത്തെ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടമട്ടില്ല. ഹവാല കേസായി മാറേണ്ട കുറ്റകൃത്യത്തിൽ ദേശീയ അന്വേഷണ ഏജൻസികൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട്? കുഴൽപ്പണത്തിന്റെ വിതരണ കഥയാണോ ഇന്ന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ട്രഷറർ പ്രസീദ പറഞ്ഞത്? CK ജാനുവിന് കിട്ടിയ 10 ലക്ഷം ഇത്തരത്തിലുള്ള കുഴൽപ്പണ കഥയുടെ തുടക്കം മാത്രമായിരുന്നു. എൻകൗണ്ടർ പരിശോധിക്കുന്നു. കുഴലിൽ കുരുങ്ങുന്നത് ആര്? അതിഥികളായി നമുക്കൊപ്പം CPM നേതാവ് PP ചിത്തരഞ്ജൻ, BJP നേതാവ് N ശിവരാജൻ, യൂത്ത് ലീഗ് നാഷണൽ സെക്രട്ടറി ഫൈസൽ ബാബു, ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി പ്രസിഡന്റ് പ്രകാശ് മൊറാഴ എന്നിവർ, ഒപ്പം CK ജാനു 9 മണിയോടെ നമ്മളുടെ ഈ ചർച്ചയിൽ ചേരുകയും ചെയ്യും. ആദ്യം BJP നേതാവ് N ശിവരാജനിലേക്ക്. ശ്രീ N ശിവരാജൻ, ഈ കൊടകരയിലെ കുഴൽപ്പണ കേസ് അന്വേഷിക്കാൻ ED വരാത്തത് എന്തുകൊണ്ടായിരിക്കും? EDയോട് ചോദിക്കണം. EDയോട് ചോദിച്ചാൽ മതി, എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ആ കാര്യം ED അന്വേഷിക്കണമെന്നൊരു അഭിപ്രായം ശ്രീ ശിവരാജനുണ്ട്. അത് ED അന്വേഷിക്കണം, വേറെ CBI അന്വേഷിക്കണമൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കട്ടെ. ഞങ്ങളെന്തിനാണ് തീരുമാനിക്കുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അഭിപ്രായമൊന്നുമില്ലല്ലോ. കേരള പോലീസ് അന്വേഷിക്കുന്നത് കവർച്ച കേസാണ്. 395 ആണ് IPC ഇട്ടിരിക്കുന്നത്. 120B ഉണ്ട്. ഗൂഢാലോചനയും ഡക്കോയിറ്റിയും കവർച്ചയുമാണ്. കേരള പോലീസിന് സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുന്നതിനുള്ള അധികാരമില്ല. അത് അന്വേഷിക്കേണ്ട ഏജൻസി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. അവർ ഈ കേസ് അന്വേഷിക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നുണ്ടോ? BJPയുടെ നയം മുഴുവൻ പറയുന്നത് ഞങ്ങളുടെ ഭരണഘടനാ ചട്ടപ്രകാരം ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ സംസ്ഥാന അധ്യക്ഷനാണ്. സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അതിൽ ഏതന്വേഷണം ബന്ധമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. എന്തിനാ പോലീസ് പഠിക്കണേ? തൃശ്ശൂർ ജില്ലാ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചില്ല. അത് നമുക്ക് രണ്ടാം ഘട്ടത്തിലാണ്. എനിക്കറിയേണ്ടത് BJPക്ക് ബന്ധമില്ലെന്ന് ഞാനും കരുതുന്നു. ഇതൊരു ഹവാല പണമാണ്. കേരളത്തിലേക്ക് 2 ലക്ഷം രൂപ മാത്രം കൈവശം വയ്ക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിൽ നിന്നും 3.5 കോടി രൂപ ഒരുമിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അയാൾ പരാതിയുമായിട്ട് എത്തുന്നു. അപ്പോൾ ആദ്യം അയാൾ പറഞ്ഞത് 25 ലക്ഷം, പിന്നീട് പോലീസ് കണ്ടെത്തിയത് 1.25 കോടി, പിന്നീട് മൊഴി വന്നപ്പോൾ അത് 3.5 കോടി. അപ്പോൾ അത് അനധികൃത പണമാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. രാജ്യദ്രോഹ കുറ്റമായ അനധികൃതമായി പണം കൈമാറ്റം ചെയ്ത ഈ കേസ് ദേശീയ സാമ്പത്തിക അന്വേഷണ ഏജൻസിയായ ED അന്വേഷിക്കണമെന്ന് BJPക്ക് അഭിപ്രായമുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. BJPക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമ്മുടെ വിഷയമല്ല. BJPക്ക് എങ്ങനെ ഇതിനകത്ത് പങ്കുണ്ടാവുക? അല്ല, EDയോ CBI ഏതാരും അന്വേഷിക്കട്ടെ, ഞങ്ങളാരും എതിരല്ല. അതിന് നമുക്ക് എതിർപ്പ് ആരും പറഞ്ഞിട്ടുമില്ല. കുറ്റവാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തോട്ടെ, അവരെ ശിക്ഷിച്ചോട്ടെ. എന്താ പിള്ള? അല്ല ശ്രീ ശിവരാജൻ, അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടോ BJP? ED ഈ കേസ് അന്വേഷിക്കണമെന്നൊരു ആവശ്യം BJP അതിന്റെ പറയേണ്ടത് സംസ്ഥാന അധ്യക്ഷനാണ്. സംസ്ഥാന അധ്യക്ഷന് കാര്യം വ്യക്തമായി പറയണം. ആരും അന്വേഷിച്ചോട്ടെ, ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം. ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പറയണം. അവരന്വേഷിക്കാൻ അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് എന്താ പേടി?
അല്ല, ഈ സ്വർണ്ണക്കടത്ത് CBI വിഷയമൊക്കെ വരുമ്പോൾ കേരള നമ്മൾ പോലീസോ അന്വേഷണ ഏജൻസികൾ എത്തുന്നു, അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു, നമ്മൾ വളരെയധികം വലിയ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്നു. പക്ഷേ ഈ കൊടകര കുഴൽപ്പണം എത്തുമ്പോൾ മാത്രം BJP-യുടെ പ്രതിനിധികൾ ചർച്ചയ്ക്ക് അങ്ങ് വന്നത് തന്നെ വളരെ വലിയൊരു കാര്യം. കാരണം സാധാരണ BJP പ്രതിനിധികൾ ഈ ചർച്ചയ്ക്ക് പോകണ്ടെന്നൊരു നിലപാടെടുത്തു എന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ അങ്ങ് കാണിച്ച ആ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു ശിവരാജൻ. പക്ഷേ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു ദേശീയ അന്വേഷണ ഏജൻസി ഈ വിഷയം ഏറ്റെടുക്കണമെന്നും അന്വേഷിക്കണമെന്നും രാജ്യദ്രോഹമായ കുറ്റം മുന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ദേശസ്നേഹത്തെക്കുറിച്ച് പറയുന്ന BJP നേതാക്കൾ ആവശ്യപ്പെടാത്തത്? ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്താവശ്യപ്പെടണം എന്ന് ദൃശ്യമാധ്യമങ്ങൾ തീരുമാനിക്കേണ്ട. അത് ഞങ്ങളുടെ നേതാക്കന്മാർ, കരുത്തരായ നേതാക്കന്മാരുണ്ട്. കേരളം മുഴുവൻ ഓടി നടക്കുന്ന ഞങ്ങളുടെ നേതാക്കന്മാരും BJPക്ക് നല്ല സംസ്ഥാന ടീമുണ്ട്. അവർ നിശ്ചയിക്കും. അതല്ലാതെ ഞങ്ങൾ ഏത് അന്വേഷണം വേണം അവർ തീരുമാനിക്കട്ടെ. ഈ കേസിൽ പറഞ്ഞോളൂ സർ. കേരള പോലീസ് ഏത് അന്വേഷിച്ച് എവിടെ എത്തും നമുക്കറിയാം. ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം. പാളയാറിലെ 2 പാവപ്പെട്ട പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊന്ന പ്രതികളെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിക്കാൻ പോയ ആ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ വിശ്വസിക്കാൻ ഞങ്ങളുടെ BJP-യിലെ ഒരാളും തയ്യാറല്ല. കേരളത്തിലെ BJP കവർച്ച നടന്നുവെന്ന് നമുക്ക് മനസ്സിലായി. ധർമ്മരാജൻ കേസ് കൊടുത്തു, ആ പ്രതികളെ കണ്ടെത്തി, ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇതിന് BJP-യുമായിട്ട് നിലവിൽ യാതൊരു ബന്ധവുമില്ല. BJP പ്രതികളാരും നേതാക്കളാരും ഇന്നത്തെ ഈ കേസിൽ പ്രതികളുമല്ല. ഞാൻ മനസ്സിലാക്കുന്നു ശിവരാജൻ. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ഈ 3.5 കോടി രൂപയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ കവർച്ച ചെയ്തുകൊണ്ട് പോകുന്ന തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം, സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ നിയമപ്രകാരം അതൊരു കുറ്റകൃത്യമല്ലേ? കുറ്റകൃത്യം തന്നെ. ധർമ്മരാജൻ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടല്ലോ. ധർമ്മരാജൻ പറയട്ടെ, അത് ഞങ്ങൾക്കെന്താ? അതല്ലേ, ധർമ്മരാജൻ ആരുടെ പണം കൊണ്ടുവന്നോ, എവിടെ കൊണ്ടുപോയി, ആര് കൊടുത്തോ നമുക്കറിയില്ല. BJPക്ക് യാതൊരു ബന്ധമില്ല എന്ന് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ED അന്വേഷിക്കാതിരിക്കുന്നത് എന്താണ് സാർ? ഇത് ED അന്വേഷിക്കേണ്ടതല്ലേ? ഇത് എന്നോട് ED അന്വേഷിക്കാൻ നിങ്ങൾ തന്നെ ആവശ്യപ്പെടും. നിങ്ങൾ മുഖ്യമന്ത്രി ആവശ്യപ്പെടട്ടെ. ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. ഈ കുറ്റകൃത്യം ദേശദ്രോഹമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ശ്രീ ശിവരാജൻ? ഇതൊരു കുറ്റകൃത്യമാണെന്നും ആ കുറ്റകൃത്യം ദേശദ്രോഹത്തിന് ഉതകുന്ന കുറ്റകൃത്യമാണെന്നും താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഈ അനധികൃത പണം കൈവയ്ക്കാൻ വെക്കുന്നതൊക്കെ രാജ്യദ്രോഹം തന്നെ. അതിനൊന്നും എതിരല്ല. ഞങ്ങളുടെ ആശയമൊന്നും മാറ്റില്ല. ഈ കാര്യത്തിൽ അനധികൃത പണമാണ് എന്ന് ധർമ്മരാജനോട് ചോദിക്കും. ധർമ്മരാജൻ എന്താ പറയണേ അയാളോട് ചോദിക്കണേ. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെ. പക്ഷേ എന്നിട്ട് ED വരാത്തത് എന്തുകൊണ്ടായിരിക്കും? താങ്കൾക്കൊരു സംശയം തോന്നുന്നില്ലേ? ഈ സ്വർണ്ണക്കടത്ത് വിഷയം വന്നപ്പോൾ ED വളരെ വേഗത്തിലെത്തുന്നു. ലൈഫ് മിഷൻ കേസ് വരുന്ന സമയത്ത് EDക്ക് ആ കേസിൽ ഇടപെടാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ പോലും ED ഇടപെടുന്നു, ഫയലുകൾ വിളിച്ചു വരുത്തുന്നു. പക്ഷേ കൊടകര കേസ് കഴിഞ്ഞ ഏപ്രിൽ മാസം 3-ാം തീയതി തുടങ്ങിയ കേസാണ്. ഇതിപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ ജൂൺ മാസം 2-ാം തീയതി ചർച്ച ചെയ്യുന്നു. സ്വർണ്ണക്കടത്ത് കേസ് വന്ന ഉടനെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് പറഞ്ഞു, താങ്കൾ ഏത് അന്വേഷണം അന്വേഷിക്കൂ, നമുക്ക് യാതൊരു വിരോധമില്ല, നിങ്ങൾ ആളെ വിട്ടോളൂ എന്ന് പറഞ്ഞു. അതേ മുഖ്യമന്ത്രി അവിടെ ഉണ്ടല്ലോ, അയാൾ ആവശ്യപ്പെട്ടെ. ഞങ്ങളെന്താ ഒരു ധർമ്മരാജനോ ഏതെങ്കിലും രാജന്മാർ കൊണ്ടുപോകണതില്ലേ ഞങ്ങൾ അതിൻ്റെ വ്യക്താക്കളാകുന്നത്? അത് അറസ്റ്റ് ചെയ്തോട്ടെ. പക്ഷേ ഇത് നമ്മുടെ കേരളത്തിലല്ലേ? കേരളം ഇന്ത്യയിലല്ലേ? കൊടകര ഇന്ത്യയിലല്ലേ? നമ്മുടെ രാജ്യത്തല്ലേ? ചെയ്തത് രാജ്യദ്രോഹമല്ലേ? അത് ചെയ്തത് രാജ്യദ്രോഹം തന്നെ നിഷേധിച്ചിട്ടില്ലല്ലോ. ആരാണോ അവരെ അറസ്റ്റ് ചെയ്ത് അവരെ കുടുക്കിലാക്കിയിട്ടില്ല പോലീസ്. പിന്നെ ഞങ്ങളെ ഇതിന് BJP വലിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഇതിന് കേരള പോലീസിന് ഒരു പരിമിതി. ശ്രീ ശിവരാജൻ, കേരള പോലീസിന് ഇതൊരു കവർച്ചാ കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിന് മുകളിലേക്ക് ഈ കേസിന്റെ അടുത്ത തലം എന്നുള്ളത് സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുന്ന ഒരു ഏജൻസി വരണം, ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ്. അതിന് കേരള പോലീസിന് നിലവിലുള്ള നിയമ സംവിധാനത്തിൽ അധികാരവുമില്ല. അവിടെയാണ് ED വരേണ്ടത്. ED വരുന്നില്ല. അത് അങ്ങേക്കൊരു ആശങ്ക ഉണ്ടാവുന്നില്ലേ? വളരെ രാജ്യസ്നേഹിയായ ശിവരാജന്, രാജ്യസ്നേഹമുള്ളൊരു പാർട്ടിക്ക് അതൊരു കൺസേൺ അല്ലേ എന്നാണ് എന്റെ ചോദ്യം. അല്ല, ഞങ്ങളുടെ രാജ്യസ്നേഹത്തെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ED വരാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെടട്ടെ. അങ്ങേരുണ്ടല്ലോ, കേരളത്തിൽ കുറേ മന്ത്രി പദങ്ങളുണ്ടല്ലോ, 10-21 പ്രതിപക്ഷത്തുണ്ടല്ലോ. അവരാവശ്യപ്പെടട്ടെ, അവർ നയം നടപ്പാക്കട്ടെ. BJP ആവശ്യപ്പെടാത്തത് കേരളത്തിൽ ഒരു ചെറിയ പാർട്ടി
മുഖ്യമന്ത്രി ആവശ്യപ്പെടണമെന്ന് അത് പറയുന്നത്? ഞങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടോളും. ഇതുവരെയും ആയിട്ടില്ല. ഈ അത് 2 സംസ്ഥാന മാസം അധ്യക്ഷൻ ദേശദ്രോഹ കുറ്റം കണ്ടതിനു ശേഷം 2 മാസം കഴിഞ്ഞിട്ട് BJPക്ക് ഇതൊരു ED അന്വേഷിക്കേണ്ട കേസാണെന്ന് തോന്നിയിട്ടില്ല. അത് പറയട്ടെ, ചില ആള് BJPയെ തകർത്ത് കാണിക്കാൻ ചില ദൃശ്യമാധ്യമങ്ങളും കുറെ CPMകാരും എല്ലാവരും തയ്യാറത്. എന്ത് വന്നാലും BJP നിലയ്ക്ക്, ആര് വന്നാലും BJPയുടെ നിലയ്ക്കിട്ട് ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാൽ അതൊന്നും കേരളത്തിലല്ല എവിടെയും പരിപ്പ് വയ്ക്കില്ല. ED അന്വേഷിക്കണേ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് പറയട്ടെ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോട് പറയട്ടെ. അവരെന്നിട്ട് അന്വേഷിക്കട്ടെ, അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, കുറ്റക്കാരനായിക്കോട്ടെ. രാജ്യദ്രോഹമാണെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷിക്കട്ടെ. നമ്മുടെ ഈ രാജ്യം മുഖ്യമന്ത്രിയുടേത് മാത്രമല്ലല്ലോ, ഈ രാജ്യം ഭരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രിയുടെ പാർട്ടിയാണ് BJP. ശ്രീ ശിവരാജൻ അടക്കമുള്ളവർക്ക് നേരിട്ട് BJP കേന്ദ്ര നേതൃത്വവുമായി ബന്ധമുണ്ട്. ഒന്നെടുത്തുനിന്ന് ഫോൺ കോൾ റിങ് ചെയ്താൽ ഇവിടേക്ക് പറന്നെത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിലെ BJP നേതാക്കൾ അങ്ങനെ ഒന്ന് ഫോൺ ചെയ്ത് ഈ ED വന്ന് ഈ കേസ് അന്വേഷിക്കണമെന്ന് പറയാത്തതും രാജ്യസ്നേഹം പ്രകടിപ്പിക്കാത്തതും? രാജ്യസ്നേഹം ഞങ്ങളുടെ BJP നേതാക്കന്മാരുടെ രാജ്യസ്നേഹം അളക്കാനൊന്നും ആരും ആയിട്ടില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി EDയോ CBIയോ അന്വേഷിക്കണമെന്ന് പറയാത്തത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഇല്ലേ, ആഭ്യന്തരമന്ത്രി കൈകാര്യം ചെയ്യുന്നതല്ലേ? അങ്ങനെ സ്വപ്നയുടെ കാര്യം വന്നപ്പോൾ അന്വേഷിക്കാൻ പറഞ്ഞു, ആരാണെങ്കിൽ നിങ്ങൾ അയച്ചോളൂ പറഞ്ഞു. ഇപ്പത്തെ പറയാത്തത് കാരണം CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒന്നും മുഖ്യമന്ത്രിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളല്ല. അതൊക്കെ ചെയ്യേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കാൻ മുഖ്യമന്ത്രി കഴിയും. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രീ ശിവരാജൻ, ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. ആ ചോദ്യത്തെ എനിക്കതിന് ഉത്തരം കിട്ടേണ്ടത് PP ചിത്രരഞ്ജനിൽ നിന്നാണ്. PP ചിത്രരഞ്ജൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒരു കേസ് വന്നപ്പോൾ ആ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസി ഏതും പോരട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് കൊടകരയിലെ കുഴൽപ്പണ കേസ് അന്വേഷിക്കാൻ EDയെയും മറ്റന്വേഷണ ഏജൻസിയെയും സ്വാഗതം ചെയ്തുകൊണ്ടൊരു കത്തയക്കാത്തതെന്നാണ് ശ്രീ ശിവരാജൻ ചോദിക്കുന്നത്. ആ ചോദ്യം ലോജിക്കലായൊരു ചോദ്യമാണ്. BJPക്ക് മാത്രമല്ലല്ലോ, രാജ്യസ്നേഹം നമുക്കും ഉണ്ടല്ലോ. സത്യത്തിൽ എത്ര പരിതാപകരമാണ് BJP നേതാവിൻ്റെ പ്രതികരണം. ഒരു പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി ഇത്ര വലിയ രാജ്യദ്രോഹകരമായ കുറ്റങ്ങൾക്കടക്കം കൂട്ടുനിൽക്കുന്നു. കഴിഞ്ഞ 2 മാസക്കാലമായി ഒരു പാർട്ടിയെ ചുറ്റിപ്പറ്റി ഈ കേരളത്തിലും രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച നമ്മളെല്ലാം കാണുകയല്ലേ. ഇപ്പോൾ എന്താ ഏറ്റവും അവസാനം കേൾക്കുന്നത്? കൊടകരയിലെ കവർച്ച കേസിൽ നഷ്ടമായ പണം കണ്ടെത്താൻ BJP ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ പാർട്ടി എന്ന നിലയിൽ നിയോഗിച്ചിരിക്കുന്നു. എപ്പോഴാ? ഇതേ സംബന്ധിച്ച് പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പോലീസിന് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള നല്ല ശേഷിയുള്ള പോലീസാണ്. കണ്ടെത്തിക്കോളും, അതിൻ്റെ ഉറവിടം തന്നെ മനസ്സിലായിക്കോളും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട, സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പേര് പറഞ്ഞ്, ഡോളറിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയത്? മുഖ്യമന്ത്രി ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്? അന്വേഷണത്തെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികളെയൊക്കെ പറഞ്ഞ് വിരട്ടിയപ്പോഴല്ലേ ഏത് ഏജൻസി വന്നു അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്ന് പറഞ്ഞത്? ഇവിടെ ഇപ്പം മുഖ്യമന്ത്രി EDയെയും ഒന്നും വിളിക്കേണ്ട സമയമായിട്ടില്ല. ഈ കേരളത്തിലെ പോലീസിനെ കൊണ്ട് തന്നെ ഈ ക്രമക്കേടെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഈ ധർമ്മരാജൻ എന്ന് പറയുന്ന ഈ കേസിലെ മുഖ്യപ്രതിയും BJPയുടെ ഉന്നത നേതാക്കന്മാരുമായിട്ട് ബന്ധമില്ലേ? ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ കവർച്ച കേസിലെ പ്രതികളായിട്ടുള്ള രഞ്ജിത്തും ദീപക്കും ഇവർ BJPയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയിരുന്നില്ലേ? അവരെ അവിടെ എത്തിച്ചതാരാണ്? രഞ്ജിത്തിന് വേണ്ടിയായിരിക്കും രണ്ടുപേരും എത്തിയെന്നാണ് ഞങ്ങൾ. എന്തായാലും ഒരാളെത്തി. ഇവരെത്തിയത് എപ്പോഴാ? തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ? ഇത് പോലീസിൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം അന്വേഷണ സംഘത്തിൻ്റെ ഈ വിവരങ്ങളെല്ലാം കൃത്യമായുണ്ട് ഡോക്ടർ അരുൺ. പിന്നെ ഇവരാരാ വിളിച്ചു വരുത്തിയത്? BJPയുടെ നേതാക്കന്മാരല്ലേ വിളിച്ചു വരുത്തിയത്? അപ്പോൾ ഇക്കാര്യത്തിലെ വ്യക്തത വരുത്താൻ വേണ്ടി പോലീസിൻ്റെ അന്വേഷണം മറ്റ് തലങ്ങളിലേക്ക് കിടക്കുകയാണ്. അവിടുത്തെ CCTV അടക്കം എല്ലാം പരിശോധിക്കും. ഒരു കാര്യത്തിൽ ഞങ്ങൾ വളരെ ഉറപ്പിച്ചു പറയാം,
ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോടികളാണ് കൈവറിയിരിച്ചിരിക്കുന്നത്. ആ കുഴൽപ്പണ കേസ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കുഴൽപ്പണം ഇവിടെ ഒഴുകിയതിന് കയ്യും കണക്കുണ്ടോ? BJPയുടെ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് തിരിച്ച മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലത്തിലും നേരിട്ട് കൊടുത്ത കാശ്, അതല്ലാതെ വന്ന കാശ്, അത് ഓരോരുത്തർ തട്ടിക്കൊണ്ടുപോയ കാശ്. ഇപ്പോൾ നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സുൽത്താൻ ബത്തേരിയിലേക്കൊക്കെ വരാം, മാനന്തവാടിയിലേക്കൊക്കെ വരാം. അവിടുത്തെ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അവിടെ കാശിന്റെ കാര്യവും ഇപ്പൊ വന്നിട്ടുള്ള പക്ഷേ ചിത്രഞ്ജൻ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടികൾ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് ഒരു നിയമവും ഒരു ചട്ടവും ഒക്കെ ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. 3.5 കോടി രൂപ ഒരു പാർട്ടിക്ക് വേണ്ടി ചില ആളുകൾ കൊണ്ടുവരുന്നു. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 25 ലക്ഷം രൂപ വരെ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു മണ്ഡലത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള ചട്ടം നിലവിലിരിക്കുന്ന ഒരു നാടാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് വേണ്ടി സംസ്ഥാനത്തുടനീളം പ്രചരണം നടത്താൻ വേണ്ടി കൊണ്ടുവരുന്ന പണമാണ്. ഏപ്രിൽ മാസം 2-ാം തീയതിയാണ്, 6-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. അവസാന ഘട്ടത്തിലെ ഒരുക്കങ്ങൾ, കൊട്ടിക്കലാശത്തിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കൊണ്ടുവരുന്ന പണമാണെന്നിരിക്കട്ടെ. ഇത് BJP പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഇതൊരു കവർച്ചാ കേസ് മാത്രമാണ് ഈ ഘട്ടത്തിൽ. ബാക്കിയുള്ള കാര്യം അന്വേഷിക്കേണ്ടത് സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയാണ്. പക്ഷേ ഇവിടെ ധർമ്മരാജൻ BJPയുമായിട്ട് ബന്ധമുണ്ട്. ധർമ്മരാജൻ തെരഞ്ഞെടുപ്പിന്റെ സാമഗ്രികളുമായിട്ട് വന്നുവെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. അതെ, ധർമ്മരാജനാണ് ഈ ധർമ്മരാജന്റെ പേരിലാണ് ഈ പൈസ വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രതികൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പം ഞങ്ങളെല്ലാം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണ്. തെരഞ്ഞെടുപ്പിൽ എല്ലാവരും തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അതിനെല്ലാം വന്നതിന് കൃത്യം വരവും ചെലവും ഒക്കെയുണ്ട്. അതിനൊക്കെ താരാണ് സംഭാവന തന്നത്, എങ്ങനെയാണ് പണം വന്നത്. അതിന് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തൊരു കാര്യം എന്താ? അക്കൗണ്ട് പ്രത്യേകം ഓരോ സ്ഥാനാർത്ഥിയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കി ആ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ട് ആ അക്കൗണ്ട് വഴിയായിരിക്കണം മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണത്. ഞങ്ങളെല്ലാം കണക്കുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ കണക്കിൽ വന്ന പൈസയല്ല. അതാണ് ഇതിൻ്റെ പേര് കുഴൽപ്പണം എന്ന് പറയുന്നത്. ഈ വന്ന പണത്തിൻ്റെ പേരാണ് കുഴൽപ്പണം. അങ്ങനെ കുഴൽപ്പണം ഈ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് വലിയ പമ്പിങ്ങാണ് ഇവിടെ നടന്നിരിക്കുന്നത് പണത്തിന്റെ. ആ പോയിന്റിൽ നിന്ന് നമുക്ക് 2-ാം ഘട്ടത്തിലേക്ക് പോകണം. അതിനു മുമ്പ് താങ്കൾ പറഞ്ഞ ഈ പോയിന്റിന് വിശദീകരണം BJP നേതാവ് നൽകേണ്ടതാണ്. അതിനു മുൻപ് എനിക്ക് UDFന്റെ പ്രതിനിധീകരിച്ച് നമുക്കൊപ്പം യൂത്ത് ലീഗിന്റെ നാഷണൽ സെക്രട്ടറി ഫൈസൽ ബാബുവാണ്. ഫൈസൽ ബാബു, ഏറെക്കാലമായി താങ്കളെ ടെലിവിഷൻ ചർച്ചകളിൽ കണ്ടിട്ട് താങ്കളെ ഇന്ന് ഈ ചർച്ചയ്ക്ക് ക്ഷണിക്കാനുള്ള കാരണം ഈ വിഷയത്തിൽ ഒട്ടേറെ അഭിപ്രായങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇപ്പോൾ ശിവരാജൻ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് EDയുടെ സാന്നിധ്യം ഈ കേസിൽ ആവശ്യപ്പെടുന്നില്ല എന്നാണ്. ഈ കേസ് താങ്കൾ പരിശോധിക്കുമ്പോൾ താങ്കൾക്ക് ബോധ്യമാവുന്ന എന്താണ്? കൊടകരയിലെ കേസ് ഒരു കവർച്ചാ കേസാണ് ഇപ്പോഴും ഈ നിമിഷം വരെയും. അതൊരു കുഴൽപ്പണ കേസായി മാറണമെങ്കിൽ അതിലേക്ക് ED എത്തണം. ഇത് അനധികൃതമായ പണമാണെന്നവർക്ക് ബോധ്യമാവണം. ഷെഡ്യൂൾഡ് ഒഫൻസിൻ്റെ പരിധിയിൽ അതെത്തണം. ഇത് നിലവിലിത് IPC 395-ഉം 120B-യുമാണ് ഇട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് FIR വായിച്ചതിൽ നിന്ന്. അപ്പോൾ ഇതിൽ ഈ പരാതിക്കാരൻ്റെ പണം കവർന്നിരിക്കുന്നുവെന്ന കേസ് മാത്രമാണ്. ഇതിനെ BJPയുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാൻ വളരെ ഗൂഢാലോചന നടക്കുന്നുവെന്നാണെന്നേ BJPയുടെ അഭിപ്രായം. അത് BJP എന്ന ദേശീയ പാർട്ടിയെ കരിവാരി തേക്കാൻ നടത്തുന്ന ഗൂഢശ്രമങ്ങളായിട്ട് വ്യാഖ്യാനിക്കുന്നു ചിലർ. താങ്കളുടെ അഭിപ്രായം എന്താണ് ഫൈസൽ? കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ശക്തമായ പോലീസ് സന്നാഹം നമുക്കുണ്ട്. അത് നമുക്ക് മലയാളിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഉൾക്കൊള്ളുന്ന UDFും നിങ്ങൾ അപ്പുറത്ത് LDFും നമ്മുടെ നേതാക്കളും നമ്മളൊക്കെ സ്വാധീനിച്ചിട്ടില്ല എങ്കിൽ അവരെ ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കാതെ അവരെ നിർഭയമായ അന്വേഷണത്തിനും നിർഭയമായ അവരുടെ കൃത്യനിർവഹണത്തിനും വേണ്ടി പറഞ്ഞു വിട്ടാൽ അവർ ആ ജോലി ഏറ്റവും ഭംഗിയായി നിർവഹിക്കും. അത്തരം മിടുക്കന്മാരുടെ ശക്തമായ ഫോഴ്സ് നമുക്കുണ്ട്. അതുകൊണ്ട് ഇത് എന്തിനെയൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് കണ്ടെത്താൻ ബുദ്ധിപരമായി അന്വേഷണം നടത്തി ഇതിൻ്റെ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇത് കേവലം ഒരു കുഴൽപ്പണത്തിൻ്റെ കേസല്ല, ഒരു കവർച്ചയുടെ കേസല്ല. അതിലൂടെ നമുക്കറിയാം 2016 നവംബർ 16 നമ്മൾ മറക്കില്ല. ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയപ്പോൾ അവർ പുസ്തകത്തിന് കൊടുത്ത ഹെഡ്ലൈൻ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്നാണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രി. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ തലവരയിൽ അർദ്ധരാത്രി അങ്ങനെ അടയാളപ്പെട്ട് കിടക്കുന്നു. മറ്റൊരു അർദ്ധരാത്രിയായിരുന്നു 2016 നവംബർ 16 അർദ്ധരാത്രി. അന്നാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ 125 കോടി മനുഷ്യരോട് വന്ന് പറഞ്ഞത്, നിങ്ങളുടെ പോക്കറ്റിലെ 500 രൂപ 1000 രൂപ നാളെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ
അത് അസാധുവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ യുദ്ധപ്രഖ്യാപനം, ലോകത്ത് ഏറ്റവും ശക്തമായി സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കൊടുങ്കാറ്റ് വീശിയപ്പോൾ അമേരിക്കയിലെ വാൾ സ്ട്രീറ്റ് വരെ കുലുങ്ങിയപ്പോൾ നമ്മുടെ രാജ്യം പിടിച്ചു നിന്നു. മൻമോഹൻ എക്കണോമിക്സിൻ്റെ കരുത്തിൽ നമ്മുടെ രാജ്യം പിടിച്ചു നിന്നു. അങ്ങനെ ഒരു രാജ്യത്തെ സ്ട്രീറ്റ് വെണ്ടർ മുതൽ ഏറ്റവും മുകളിലുള്ള കോർപ്പറേറ്റുകൾ വരെ നിയന്ത്രിക്കുന്ന രാജ്യത്തിൻ്റെ എക്കണോമിക് വ്യവസ്ഥിതിയെ, സാമ്പത്തിക വ്യവസ്ഥിതിയുടെ നട്ടെല്ലൊടിച്ചു ഈ രാജ്യം ഭരിക്കുന്ന റൂളിംഗ് പാർട്ടി. അതിനവർ ഒറ്റവാക്കിൽ പറഞ്ഞ മറുപടി, ഇതൊരു സർജിക്കൽ സ്ട്രൈക്കാണ്, ഇതൊരു കേവലമായൊരു സാമ്പത്തിക പരിഷ്കരണമല്ല. ഇത് സാമ്പത്തിക പരിഷ്കരണത്തിനും ഡിമോണറ്റൈസേഷനും ലോകത്ത് സാമ്പത്തിക ശാസ്ത്രത്തിലെ വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് ലംഘിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ നമ്മളുടെ വായടച്ചത് ഇത് സാമ്പത്തിക പരിഷ്കരണമോ ഡിമോണറ്റൈസേഷനോ അല്ല, ഇത് കള്ളപ്പണത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. നമ്മുടെ ചോദ്യങ്ങൾ കൂടിയപ്പോൾ അവൾ പറഞ്ഞു, BJPയുടെ കയ്യിൽ ഏതു കാലത്തും രണ്ട് കണക്കുണ്ട്, രണ്ട് പട്ടികയുണ്ട്, രാജ്യസ്നേഹികളുടെ പട്ടികയും രാജ്യദ്രോഹികളുടെ പട്ടികയുമാണ്. അവർക്കെതിരെ വരുന്ന ഓരോ ചോദ്യത്തെയും രാജ്യദ്രോഹത്തിൻ്റെ കൂറോമീറ്റർ വെച്ച്, ഇന്ത്യ രാജ്യത്തോട് കൂറുണ്ടോ എന്ന് പരിശോധിക്കുന്ന കൂറോമീറ്റർ വെച്ച് അളക്കുന്ന ഒരു തരം രാഷ്ട്രീയ വിദ്യ അവരുടെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നത്, ഇന്ത്യക്കെതിരെ നടക്കുന്ന ഏറ്റവും വലിയ കള്ളപ്പണക്കാർ നടക്കുന്ന യുദ്ധത്തെ അവസാനിപ്പിക്കാൻ ഞങ്ങളിതാ ഡിമോണറ്റൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ കള്ളപ്പണം കള്ളപ്പണമല്ല, കുഴൽപ്പണം കുഴൽപ്പണമല്ല, പിന്നെയോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇവിടെ പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ് ഇത് എന്ന അർത്ഥത്തിലായിരുന്നു BJP ഇതിനെ ഉപയോഗിച്ചതും. ആ അർത്ഥത്തിലായിരുന്നു പ്രോപ്പഗണ്ട. പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞു, ഡിമോണറ്റൈസേഷൻ തന്നെ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു സ്കാമായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയും ഇന്ത്യ കണ്ട രാജ്യം കണ്ട ഏറ്റവും വലിയ ഗുണ്ടായിസവും ഡിമോണറ്റൈസേഷൻ. ഇഷ്ടംപോലെ അതിന് തെളിവുകളുണ്ട്. സെൻട്രൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്ന, റോയെ നിയന്ത്രിക്കുന്ന, CBIയെ നിയന്ത്രിക്കുന്ന സെൻട്രൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ മുതിർന്നൊരു ഉദ്യോഗസ്ഥൻ 2018 പുറത്തു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഡിമോണറ്റൈസേഷൻ ഇന്ത്യ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ സ്കാമാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. ഡിമോണറ്റൈസേഷന്റെ തൊട്ട് മുമ്പ് നമ്മൾ അഹമ്മദാബാദ് ജില്ലാ ബാങ്ക്, അതിൻ്റെ അധ്യക്ഷൻ അമിത് ഷാ അധ്യക്ഷനായ അഹമ്മദാബാദ് ജില്ലാ ബാങ്കിൽ കോടികളാണ് അതിലേക്ക് ഒഴുകിയത് എന്ന കണക്കും നമ്മുടെ രാജ്യത്ത് പുറത്തു വന്ന കണക്കാണ്. ഞാൻ പറയുന്നത്, ഇപ്പോൾ ഏറ്റവും അവസാനമായി കൊടകരയിൽ എത്തി നിൽക്കുന്ന ഈ കള്ളപ്പണത്തിൻ്റെ ഫ്ലോ, ഇന്ത്യയിലെ BJP ആരാണവർ? അവരുടെ പാർട്ടിയുടെ പാരമ്പര്യം എന്താണ്? ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി കിട്ടുമ്പോൾ വയനാട്ടിലെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പീക്കിൽ മാംഗ്ലൂരിൽ പോയിരിക്കുന്നു. മംഗലാപുരത്ത് പോകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ചെലവ് 30,000 രൂപ കണക്ക് വച്ചിരിക്കുന്നു. 1.25 കോടി രൂപ മണ്ഡലത്തിന് കൊടുത്തതിൽ വെറും 25 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. ബാക്കി 1 കോടി രൂപ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി എന്ന് നമ്മൾ കേൾക്കുന്നു. എൻ്റെ നിയോജക മണ്ഡലം, ഞാൻ നിങ്ങളുടെ 24 ചാനലിനോട് സംസാരിക്കുന്നത് തിരൂർ നിയോജക മണ്ഡലത്തിലാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിലെ BJPയുടെ RSSന്റെ സ്ഥാനാർത്ഥി അബ്ദുൽ സലാം എന്ന് പറയുന്ന മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. പാലക്കാട്ട് മെട്രോ ശ്രീധരനായിരുന്നു. മലപ്പുറത്ത് നിന്നും ഇന്ത്യൻ പാർലമെന്റിലേക്ക് BJPയുടെ താമരയിൽ ചിരിച്ചു നിന്നത് അബ്ദുള്ളക്കുട്ടിയായിരുന്നു. അങ്ങനെ അബ്ദുള്ളക്കുട്ടിയും മെട്രോ ശ്രീധരനും മുൻ വൈസ് ചാൻസലർമാരൊക്കെ തിരക്കി നിൽക്കുന്ന ഒരു പാർട്ടി BJPയെ നമ്മൾ കണ്ടപ്പോൾ, എന്തൊരു ആദർശമുള്ള പാർട്ടി, എന്തൊരു കാഴ്ചപ്പാടുള്ള പാർട്ടി എന്ന് പറഞ്ഞ അർത്ഥത്തിൽ ഇവർ മേനി നടിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, എന്തിനായിരുന്നു ഈ തിക്കും തിരക്കും, എന്തിനായിരുന്നു ഈ ബഹളം. BJPയിലേക്ക് നിലം തൊടാൻ കഴിയില്ല എന്നുറപ്പുള്ള കേരളത്തിൽ പോലും 140 മണ്ഡലങ്ങളിൽ 1400 പേര് മത്സരിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുമ്പോൾ ആ തിരക്കിന്റെ കാരണം എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൊടകര എന്നാണ്. BJP ജനാധിപത്യ വിശദീകരിച്ചതുപോലെയാണോ സംഭവം എന്ന് നമുക്ക് BJP പ്രതിനിധിയോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് ഞാൻ ശ്രീ പ്രഭാകരനിലേക്ക് കൂടി വരാം. കാരണം ശ്രീ പ്രഭാകരൻ, താങ്കളിലേക്ക് ഇതിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ശ്രീ ശിവരാജിന്റെ ഒരു പ്രതികരണം വരണം. ശ്രീ ശിവരാജൻ, ഏറ്റവും ഒടുവിൽ ഫൈസൽ ബാബു പറഞ്ഞു നിർത്തിയത്, ഡിമോണിറ്റൈസേഷന്റെ ഭാഗമായി BJPക്ക് ലഭിച്ച കുന്നുകൂടിയ കണക്കില്ലാത്ത അനധികൃത പണം തെരഞ്ഞെടുപ്പുകളിൽ MLA-മാരെ പർച്ചേസ് ചെയ്യുന്നതിന്, തെരഞ്ഞെടുപ്പുകളിൽ MLA-മാരെ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചു എന്നാണ്. അതിൽ ഒരു വിഹിതമാണ് ഇപ്പോൾ ഈ സുൽത്താൻ ബത്തേരിയിലെ സ്ഥാനാർത്ഥിയായ CK ജാനുവിന് 6-ാം തീയതി കൊടുത്തതെന്നാണ് പറയുന്നത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ്, ഈ പണം കൊണ്ടുവന്ന ധർമ്മരാജൻ BJP അനുഭാവിയാണെന്ന് താങ്കൾക്കറിയാം. അദ്ദേഹം ഒരു RSS പ്രവർത്തകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഈ BJPയുടെ സംസ്ഥാന നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹവുമായി സംസാരിച്ച നേതാക്കൾ BJPയുടെ സംസ്ഥാന സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിമാരുമാണ്. ഈ ധർമ്മരാജൻ ആ അർത്ഥത്തിൽ ഈ രാജ്യസ്നേഹിയുടെ ലിസ്റ്റിൽ വരുമോ രാജ്യദ്രോഹിയുടെ ലിസ്റ്റിൽ വരുമോ? 3.5 കോടി രൂപ അദ്ദേഹം അനധികൃതമായി ഈ കൊടകരയിൽ എത്തിച്ചു, കൊടകരയിൽ നിന്ന് പിന്നീട് കവർന്നു. അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഏത് ലിസ്റ്റിൽ വരും?
അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചിത്തരഞ്ജൻ പറഞ്ഞല്ലോ, കേരള പോലീസിന് ലീഗിൻ്റെ പ്രതിനിധിയും പറഞ്ഞു ഏത് കള്ള പിടിക്കാനുള്ള ശക്തിയുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. ഷൊർണൂരിലെ PK ശശിയുടെ കേസ് വന്നപ്പോൾ ഒരു പെൺകുട്ടിയെ പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ച കേസ് വന്നപ്പോൾ ചിത്തരഞ്ജ നിങ്ങളുടെ പോലീസിന് കഴിവുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ശ്രീമതി ടീച്ചർ അന്വേഷിക്കും, ശ്രീമതി ടീച്ചർ AK ബാലൻ അന്വേഷിക്കും. അവർ പറഞ്ഞു ഇത് പീഡനമല്ല, ലൈംഗിക പീഡനമല്ല, അതൊരു സെക്സുവൽ പീഡനമല്ല, നിങ്ങളുടെ കേസ് ഒഴിവാക്കിയ പാർട്ടി ആ പാർട്ടിയാണ് ഞങ്ങളെ പുച്ഛിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ലീഗിൻ്റെ ആൾക്കാർ പറയാം ലീഗിലേക്ക് സ്ഥാനാർത്ഥികളെ കിട്ടൂല. നിങ്ങളെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന 10-18 മണ്ഡലങ്ങളിൽ അവിടെ ഉള്ളവരും വേറെ എവിടെ ലീഗ് അവിടെ ലീഗ് വേറെ ഇന്ത്യ രാജ്യത്തുണ്ടോ? അതൊക്കെ വളരെ വലിയ ചോദ്യങ്ങളാണ്. താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തവുമാണ്. കേരള പോലീസ് ഈ കൊടകര കേസിൽ കാണിക്കുന്ന താല്പര്യം എന്തുകൊണ്ടാണ് പാർട്ടി MLA പ്രതിയാക്കപ്പെട്ട, പാർട്ടിയിൽ തന്നെ പരാതി ചെയ്യപ്പെട്ട, പാർട്ടി പ്രതി എന്നേ പറയാൻ പറ്റൂ, കാര്യം പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടില്ല, അതൊരു പാർട്ടി കേസായിട്ട് നിൽക്കുകയാണ്. അതിന് സമാന്തരമായ പാർട്ടി സംവിധാനമുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുകയും ചെയ്തു. അത് മനസ്സിലാക്കി നമ്മൾ അന്ന് CPM-നെ വിമർശിച്ചു. ഇന്നിപ്പോ അനീഷ് പറഞ്ഞതും ശ്രീ ശിവരാജൻ താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരു സമാന്തര അന്വേഷണം BJP നടത്തിയെന്ന്. ഈ കള്ളപ്പണവും കുഴൽപ്പണവും ഒക്കെ അന്വേഷിക്കാൻ BJP ആരാണ് സാർ ചുമതലപ്പെടുത്തിയത്? BJPക്ക് അതിന് കഴിയുമോ? സമാന്തര അന്വേഷണം നടത്താൻ BJP എന്താ ഒരു അന്വേഷണ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയാണോ? ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ കുറിച്ച് ഞങ്ങളുടെ ഫണ്ടിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ പോലീസ് എല്ലാം അന്വേഷിക്കാം. ഞങ്ങളുടെ പാർട്ടി നേതൃത്വമുണ്ട്, ഞങ്ങൾ അന്വേഷിക്കാം. അല്ലല്ലോ അല്ല, നിങ്ങളുടെ ഫണ്ടല്ല. ശരി ശരി, അല്ല നിങ്ങളുടെ ഫണ്ടല്ല. ഇതിലെ പ്രതി ചേർക്കപ്പെട്ട രഞ്ജിത്തോ ദീപക്കോ നിങ്ങളുടെ പ്രവർത്തകരാണോ? അനീഷ് പറയുന്നത് ഇതിൽ ദീപക് നിങ്ങളുടെ പ്രവർത്തകനാണെന്നാണ്. ഈ കവർച്ച കേസിലെ പ്രതി ഒരു BJP പ്രവർത്തകനാണെന്നാണ് അനീഷ് പറയുന്നത്. ആണോ? എനിക്കറിയില്ല. അറിയില്ല. അറിയാത്ത കാര്യം ഈ ധർമ്മരാജനെ അപ്പൊ പിന്നെ BJP ഇതിനകത്തൊരു സമാന്തര അന്വേഷണം നടത്തേണ്ട കാര്യമില്ല. ED-യോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ED വളരെ പെട്ടെന്ന് ഈ കേസ് അന്വേഷിച്ച് ഇതിന്റെ പ്രതികൾ ആര്, എവിടെ, കർണാടകയിൽ നിന്ന് വന്നോ, കർണാടകയിൽ നിന്ന് കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ സെക്രട്ടറി കൊടുത്തയച്ചോ, ആലപ്പുഴയിലെ ജില്ലാ ട്രഷറർക്ക് ഈ പണം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നോ എന്നൊക്കെ ED കണ്ടെത്തും. ഒരൊറ്റ രാത്രി കൊണ്ട് ഈ ലൈഫ് മിഷന്റെ മുഴുവൻ ഫയലും വിളിച്ചു വരുത്തി, സ്പീക്കറിന്റെ ഓഫീസിലെ സെക്രട്ടറിയെ പോലും വിളിച്ചു വരുത്തി ED-യാണ്. നമുക്ക് ആ ED-യിൽ വിശ്വാസമുണ്ട് സാർ. പക്ഷേ ED എന്തുകൊണ്ട് വരുന്നില്ല എന്നതാണ് ചോദ്യമേ, ആവർത്തിച്ചുള്ള ചോദ്യം. BJP അതിനൊരു സമാന്തര അന്വേഷണം നടത്തുന്നു എന്നുള്ളതും ശ്രീ ശിവരാജൻ അങ്ങ് പറഞ്ഞ CPM-നെതിരെ ഉന്നയിച്ച ആരോപണം പോലെ തന്നെ തുല്യമാണ്. അല്ല, ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി അദ്ദേഹം സെപ്റ്റംബർ 500 രൂപ നോട്ട് 500 രൂപ നോട്ട് നിരോധിച്ചതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കാണ്. ഇന്നും അലമാറയിൽ കോടികൾ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കള്ളപ്പണം മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കന്മാർക്കും മലപ്പുറത്ത് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പിടിച്ചത്. 500 രൂപ ഇപ്പോഴും 500 രൂപയുടെ 1000 നോട്ട് ചെക്ക് ചെയ്താൽ എല്ലാ നേതാക്കന്മാരും റിസർവ് ബാങ്കിന്റെ കണക്ക് പരിശോധിച്ചപ്പോ കൊടുത്തതിനേക്കാൾ കൂടുതൽ പൈസ തിരിച്ചു വന്ന കണക്കുകളാണ് റിസർവ് ബാങ്കിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു കുഴപ്പം കൂടി ഉണ്ട് ശിവരാജ്. അതുകൊണ്ട് ഏതെങ്കിലും നേതാക്കളുടെ കയ്യിൽ പൈസ കണക്കിൽപ്പെടാതെ ഉണ്ട് എന്നുള്ളൊരു വാദഗതിക്ക് നമുക്ക് എത്രമാത്രം പ്രാധാന്യം എനിക്കറിയില്ല. പക്ഷെ ശ്രീ ശിവരാജൻ, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, എന്റെ ചോദ്യത്തിലേക്ക് അങ്ങ് വന്നാൽ, ഈ ധർമ്മരാജൻ അടക്കമുള്ളവർ ഈ 3.5 കോടി രൂപയുമായി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളുടെ ദേശീയപാതയിലൂടെ സഞ്ചരിച്ചത് ഒരു രാജ്യദ്രോഹ പ്രവർത്തനമായി താങ്കൾ കണക്കാക്കുന്നുണ്ടോ? അദ്ദേഹം ഏത് ലിസ്റ്റിൽ വരും? ഫൈസൽ ബാബു പറഞ്ഞല്ലോ, രാജ്യസ്നേഹം, രാജ്യദ്രോഹി. ഞാൻ പറഞ്ഞില്ലേ, ഈ ധർമ്മരാജനെ അറിയില്ല, പണം കൊണ്ടുപോയ സംഭവം എനിക്കറിയില്ല. ഞാൻ പാലക്കാട്, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയണ്ടേ? അറിയാത്ത കാര്യം ഞാൻ എന്ത് പറയുന്നത്? സംസ്ഥാന അധ്യക്ഷൻ അവിടെ പറഞ്ഞു ഞങ്ങളെല്ലാ സ്ഥാനാർത്ഥികൾക്കും ഫണ്ട് കൊടുത്തിട്ടുണ്ട്, അത് ഡിജിറ്റൽ മുഖാന്തരമാണ് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതാണ്. ഞങ്ങളുടെ അന്തിമ വാക്ക്, നമ്മുടെ സംസ്ഥാന അധ്യക്ഷന്റെ അന്തിമ വാക്ക്. ശ്രീ ശിവരാജൻ, താങ്കൾ പറഞ്ഞല്ലോ എല്ലാവർക്കും ഡിജിറ്റൽ ആയിട്ടാണ് BJP പണം നൽകിയതെന്ന് പറഞ്ഞു. ഞാനത് അംഗീകരിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രകാശൻ മൊറാഴയോട് ചോദിക്കാം. ശ്രീ പ്രകാശൻ മൊറാഴ, ഈ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായി, കേരള രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട്, ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി NDA-യിൽ മത്സരിച്ച CK ജാനുവിന്
BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ നൽകിയെന്നാണ് ഇന്ന് പുറത്തു വന്ന ശബ്ദരേഖയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഡിജിറ്റലായിട്ടാണോ കൈമാറിയത്, നേരിട്ട് കൈമാറുകയായിരുന്നു എന്നായിരുന്നു? താങ്കൾ അതിന് സാക്ഷ്യം വഹിച്ചോ? താങ്കൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്? നമ്മൾക്കത് നേരിട്ട് അറിയുന്ന വിഷയമാണ്. താങ്കൾ കണ്ടിരുന്നു ഈ പണം കൊടുക്കുന്നത്? അത് പണം കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ പിന്നെ വിളിച്ചു വരുത്തി, അതായത് പിന്നെ സംസ്ഥാന ചെയർപേഴ്സണായ സംസ്ഥാന ട്രഷറായ പ്രസീത അഴീക്കോടാണ് പിന്നെ കേസുമായിട്ട് സംസാരിക്കുന്നത്. അത് പ്രകാരം പിന്നെ 7-ാം തീയതി രാവിലെ തിരുവനന്തപുരത്ത് എത്തുകയും അവിടെ വെച്ചാണ് കെ സുരേന്ദ്രൻ ജോനുമായിട്ട് കണക്ട് ചെയ്ത് കാശ് കൊടുക്കുന്നത്. ഈ 6-ാം തീയതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7-ാം തീയതിയാണ് അമിത്ഷായുടെ യോഗം നടക്കുന്നത് അല്ലേ? അപ്പോൾ 6-ാം തീയതിയാണ് കെ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ CK ജാനുവിന് കൊടുക്കുന്നത്. അതെ. ഈ സമയത്ത് ട്രഷററായ പ്രസീത ഈ സ്ഥലത്തുണ്ടായിരുന്നോ, പൈസ കൊടുക്കുന്ന സ്ഥലത്ത്? അല്ല, പൈസ കൈമാറുന്ന സമയത്ത് CK ജാനുവും കെ സുരേന്ദ്രൻ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ നമ്മുടെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ പണം താങ്കൾ കണ്ടിരുന്നോ, കൊടുത്ത പണം? ഇല്ല, കൊടുത്ത പണം ഞാൻ കണ്ടിരുന്നില്ല. പണം കിട്ടിയെന്ന് താങ്കൾക്ക് ഉറപ്പാണോ? പണം കൊടുത്തിരുന്നത് ഉറപ്പ് തന്നെയാണ്. അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അതിന് അവർ പിന്നെ 7-ാം തീയതി 8-ാം തീയതി അവർ നേരെ വിട്ടല്ലോ, തിരുവനന്തപുരത്ത് നേരെ വിട്ടല്ലോ. അപ്പോൾ അവരെ പിന്നെ വയനാട് പ്രദേശമായ അവരെ നാട്ടിലെത്തിയപ്പോൾ, കാട്ടിക്കുളാന്നുള്ള അവരെ നാട്, ആ നാട്ടിലെത്തിയപ്പോൾ അവരെ ഈ ടവർ ലൊക്കേഷനും അവർ നടത്തിയ ചില സ്ഥാപനങ്ങളിൽ പോയി നടത്തിയ ഇടപാടുകളിലൊക്കെ ഉണ്ട്. ഈ ഏത് സ്ഥാപനങ്ങളിലാണ് പോയത്? ഏതെങ്കിലും ബാങ്കിൽ പോയി പൈസ ഇട്ടോ? ചില സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട്. അത് അന്വേഷിച്ച പരിധിയിൽ വരുമ്പം അത് കണ്ടെത്താൻ പറ്റുന്ന വിഷയങ്ങളാണല്ലോ. അത് താങ്കൾക്ക് ഉറപ്പാണ് ഈ 10 ലക്ഷം രൂപ ഡിജിറ്റൽ അല്ലാതെ നേരിട്ട് കറൻസിയായി കെ സുരേന്ദ്രൻ ഈ CK ജാനുവിന് കൊടുത്തിട്ടുണ്ടെന്ന് താങ്കൾക്ക് ഉറപ്പാണ്. പക്ഷെ താങ്കൾ ഈ പണം നേരിട്ട് കണ്ടിട്ടില്ല. CK ജാനു പിന്നീട് പണമിടപാട് നടത്തിയതായും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതെ. ഈ CK ജാനുവിന് കൊടുത്ത ഈ പണം പാർട്ടിക്കുള്ള പണമായിരുന്നോ, CK ജാനുവിനുള്ള പണമായിരുന്നു? പാർട്ടിക്കുള്ള പണമല്ല, അവരുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി എൻ്റെ ചെറിയ പ്രയാസങ്ങളുണ്ട്. അതിന് എനിക്കൊരു 10 കോടിയാണ് ചോദിച്ചത്. കെ സുരേന്ദ്രൻ പലിശയ്ക്ക് കൊടുത്തതാണോ സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കാൻ? പലിശ അത് അല്ല, പലിശ കൊടുക്കേണ്ട ആവശ്യങ്ങളില്ലല്ലോ. കെ സുരേന്ദ്രനെ പോലത്തെ ഒരു നേതാക്കന്മാർക്ക് പലിശ കൊടുക്കേണ്ട ആവശ്യങ്ങളില്ലല്ലോ. അല്ല, പക്ഷേ ഇതിൽ ഈ നിങ്ങളുടെ ട്രഷറർ ഇടപെട്ടാണല്ലോ ഈ പണം കൊടുപ്പിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ ട്രഷറർ പ്രസീത അല്ലേ? പ്രസീതയാണ് ഇടനിലക്കാരി. അതൊരു ഇടനിലക്കല്ല, ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വന്നൊരു വിഷയമാണത്. അതായത് ഈ പാർട്ടിയിൽ ഇവർ ചെറിയ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധി പരിഹരിക്കാൻ എനിക്ക് ചെറിയ സാമ്പത്തിക സഹായം വേണം. സ്ഥാനാർത്ഥിയായി LDF-ൽ നിന്ന് മറുകണ്ഠം ചാടി NDA-യിലേക്ക് വന്ന് അമിത്ഷായുടെ വേദിയിലെത്തി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ NDA-യിലേക്ക് CK ജാനു എന്ന് ചേരാൻ 10 ലക്ഷം രൂപ വേണമെന്ന് CK ജാനു പറഞ്ഞു. ആ CK ജാനു പറഞ്ഞത് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ ട്രഷറർ BJP അറിയിച്ചു. 10 കോടി എന്നാണ് ആദ്യം പറഞ്ഞത്. 10 ലക്ഷമാക്കി ഉറപ്പിച്ചു. അങ്ങനെ ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയുള്ള തുകയായ 10 ലക്ഷം നൽകി. അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള പണമായിരുന്നില്ല. അല്ലല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ടുള്ള പണമല്ല, അവരെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ വേണ്ടി കൊടുത്ത കാശാണ്. പിന്നീട് പ്രചരണത്തിന് പൈസ കൊടുത്തോ BJP? പിന്നീട് പ്രചരണത്തിന് പൈസ ജാനുവിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. പാർട്ടിയെ സംബന്ധിച്ച് അത് അറിയില്ല. അതായത് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വയനാട് എത്തിയപ്പോൾ അവിടെ മൊത്തം നിയന്ത്രിച്ചത് BJP-യും ജാനുവാണ്. പാർട്ടി ഫണ്ടും മറ്റുള്ള കാര്യങ്ങളും നിയന്ത്രിച്ചത് ജാനുവാണ്. സാമ്പത്തികമായിട്ട് പാർട്ടിക്ക് ഒരു ഇടപാടുകളും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ CK ജാനു ഈ 10 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്തുവെന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത്? അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവർ ഉപയോഗിച്ചോ അതല്ല വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോ?
അല്ല, വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ്. അത് സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യതകളുണ്ട്. അതായത് ചില വ്യക്തികൾക്ക് നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സാമ്പത്തിക ചില രാഷ്ട്രീയ പാർട്ടിയുടെ ബന്ധപ്പെട്ട് വാങ്ങിയതാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത്. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് അതിൻ്റെ തെളിവുകൾ നൽകാൻ പറ്റുന്നില്ല. ആ കാശ് കൊണ്ട് അവർക്ക് കൊടുത്തു. തിരിച്ച് രണ്ടാമതും NDAയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം ചെയ്തു. ഈ NDAയിലേക്ക് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി പ്രവേശിപ്പിച്ചത് ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ CK ജാനുവിനെ പിന്നീട് തീരുമാനിച്ചത്, ആദ്യം പുറത്താക്കിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നീട് സ്ഥാനാർത്ഥിയായി നിർത്തുന്നു. പിന്നീട് പുറത്താക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? സ്ഥാനാർത്ഥിയായതിനു ശേഷം പിന്നീട് പുറത്താക്കുന്നുണ്ടല്ലോ. അല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പേ സംസ്ഥാന കമ്മിറ്റിയിൽ സാമ്പത്തിക ആരോപണം ഉന്നയിച്ച് അതിൻ്റെ ഒരു അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നമ്മൾ മാറ്റിയിരുന്നു. പാർട്ടി എന്ന നിലയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മൾ മാറ്റിയിരുന്നു. അപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ പറയുന്നത് ഞാൻ താൽക്കാലികമായിട്ട് അധ്യക്ഷ സ്ഥാനം മാറി നിൽക്കുന്നു. ഈ അന്വേഷണം പുരോഗതി കഴിയുന്നതിന് ശേഷം നമ്മൾ തിരിച്ച് എടുക്കാം നമ്മളൊരു തീരുമാനത്തിൽ നമ്മൾ എടുത്തു പോകുന്നു. നമ്മൾ അതിനുശേഷമാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വയനാട് ഒരു ട്രൈബൽ മേഖലയാണല്ലോ. അപ്പോൾ CK ജാനുവിനെ പോലെ ഒരു വനിത നമുക്കൊരു BJPയുടെ ഒരു നമ്മുടെ ദളിത് മുഖമായിട്ട് കൊണ്ടുവരണം. കൗതുകം എന്താണെന്നറിയോ പ്രകാശൻ, ഈ 2020 ഒക്ടോബർ മാസം 15-ാം തീയതി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഈ CK ജാനുവിനെ പുറത്താക്കുന്നുണ്ട്. അതിനുശേഷം സെക്രട്ടറിയായ പ്രകാശൻ മൊറാഴയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് NDAയുമായിട്ടുള്ള ചർച്ചകൾ നടത്താൻ, അല്ലേ? 2020 ഒക്ടോബർ മാസം. അന്ന് പുറത്താക്കിയ കാരണം സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പേരിൽ കൂടിയാണ് എന്ന് ഈ M ഗണേശന് കൊടുത്തിരിക്കുന്ന ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ നിങ്ങൾ വിശദമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അന്ന് സാമ്പത്തികമായിട്ടുള്ള ആരോപണം നേരിട്ട CK ജാനുവിനെ നിങ്ങൾ എന്തിനു വേണ്ടി പുറത്താക്കിയോ അതേപോലൊരു കാരണം നിങ്ങളുടെ പാർട്ടിയിലെ ട്രഷറർ തന്നെ ഇടനില നിന്നുകൊണ്ട് 10 ലക്ഷം രൂപ വാങ്ങി CK ജാനുവിനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ നിങ്ങളുടെ പാർട്ടി തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തിനാണ് CK ജാനുവിനെ പുറത്താക്കിയത്? എന്തിനാണ് CK ജാനുവിനെ തിരിച്ച് മത്സരിപ്പിച്ചത്? എല്ലാം ഒരു ക്യാഷ് ഡീലിംഗ് ആയിരുന്നോ ശ്രീ പ്രകാശൻ? അല്ല, അതിൽ ആദ്യമേ പറയുന്നുണ്ടല്ലോ, ജാനു സാമ്പത്തികമായിട്ട് ചെറിയ വിഷയങ്ങളുണ്ട് അവർക്കത് പരിഹരിച്ചാൽ മാത്രമേ NDAയിലേക്ക് മുന്നണിയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പ്രകാരമാണ് NDA മുന്നിലേക്ക് വരുന്നത്. പക്ഷേ NDA മുന്നിലേക്ക് വരുമ്പം ജാനുവേച്ചി അതിനുശേഷം പറഞ്ഞത് ഇനി പാർട്ടി തീരുമാനിക്കുന്ന പ്രകാരമാണ് ബാക്കിയുള്ള കാര്യങ്ങളും ചർച്ചകളെല്ലാം നടത്തൽ. അതായത് സാമ്പത്തികമായിട്ട് ഇടപെടലും. പക്ഷേ നിങ്ങളുടെ ഈ കത്തിൽ നിങ്ങൾ പുറത്താക്കാൻ പറയുന്ന ഒരു കാരണമുണ്ടല്ലോ. ഈ കഴിഞ്ഞ 2020 ഒക്ടോബറിൽ CK ജാനുവിനെ പുറത്താക്കാൻ പറയുന്ന ഒരു കാരണം ഈ സാമ്പത്തികമായിട്ടുള്ള അഴിമതി നടത്തിയിട്ടുണ്ട് CK ജാനു എന്നാണ്. ഈ K സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി 10 ലക്ഷം രൂപ തിരഞ്ഞെടുപ്പ് സമയത്ത് വാങ്ങിയത് ഒരു സാമ്പത്തിക അഴിമതിയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ സാമ്പത്തിക അഴിമതിയുടെ പേരിൽ അവരെ 2020 ഒക്ടോബറിൽ പുറത്താക്കി. പിന്നെ നിങ്ങൾ തന്നെ കൂട്ടുനിന്ന് സാമ്പത്തിക അഴിമതി നടത്തി ഈ CK ജാനുവിനോടൊപ്പം. ട്രഷറാണ് ഇടപെട്ടത് 10 ലക്ഷം രൂപയുടെ കാര്യത്തിൽ. അല്ല, അത് തെരഞ്ഞെടുപ്പ് വിഷയമായതുകൊണ്ട് ആ ഘട്ടത്തിൽ നമ്മുടെ പാർട്ടി എന്ന നിലയിൽ കൂടുതൽ ചർച്ചയിലേക്ക് നമ്മൾ പോയിട്ടില്ല. അല്ല, പക്ഷേ അത് പ്രചരണത്തിനല്ലല്ലോ ഉപയോഗിച്ചത്, അവരുടെ വ്യക്തി ആവശ്യത്തിന് വേണ്ടിയല്ലേ 10 ലക്ഷം രൂപ? തന്നെയാണ്, വ്യക്തി ആവശ്യത്തിന് തന്നെയാണ് ഉപയോഗിച്ചത്. ഈ 2 ലക്ഷം രൂപ മാത്രമേ നമുക്ക് ആ അർത്ഥത്തിൽ പോലും നേരിട്ട് കൈമാറാൻ സാധിക്കൂ. 10 ലക്ഷം രൂപ കറൻസി ആയിട്ട് കൊടുത്തപ്പോൾ അതും കുറ്റമായി. പാർട്ടിയുടെ പേര് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി. ഓക്കെ, കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി, പക്ഷെ ചിലതൊന്നും മനസ്സിലാകുന്നുമില്ല. ഫൈസൽ ബാബുവിന് എന്താണെന്ന് മനസ്സിലായോ? എന്താ സംഭവിച്ചത് എന്ന്? എനിക്ക് അരുണിൻ്റെ ആർട്ട് ഓഫ് എക്സ്പോസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലൊരു മാധ്യമ പ്രവർത്തകൻ, നമ്മളുടെ മലയാളിയുടെ വലിയൊരു സുഹൃതമായിട്ട് ഞാനിത് കാണുകയാണ്. നമ്മളൊക്കെ രാഷ്ട്രീയമായി നമ്മളൊക്കെ നിങ്ങൾ യാതൊരു കരുണയുമില്ലാതെ നിങ്ങൾ ആക്രമിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ രാഷ്ട്രീയമാണത്. അരുണേ, ഇതിനകത്ത് ഇതൊരു വെറും ഒരു കള്ളപ്പണത്തിലല്ലല്ലോ നിൽക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിനെ തൊടുന്ന പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്യദ്രോഹികളുടെയും രാജ്യസ്നേഹികളുടെയും പട്ടിക തയ്യാറാക്കി BJP എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി
പോണ്ടിച്ചേരിയിൽ അവർ MLA-മാരെ വാങ്ങുന്നു, ഗോവയിൽ അവർ MLA-മാരെ പർച്ചേസ് ചെയ്യുന്നു, കർണാടകയിൽ പർച്ചേസിന് ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പേരിട്ടുകൊണ്ട് ഒന്നിച്ച് അവിടുത്തെ പാർട്ടികളിൽ നിന്ന് MLA-മാരെ വാങ്ങുന്നു, മണിപ്പൂരിൽ നിന്ന് വാങ്ങുന്നു, നാഗാലാൻഡിൽ നിന്ന് വാങ്ങുന്നു, മധ്യപ്രദേശിൽ നിന്ന് വാങ്ങുന്നു. 27ഓളം വരുന്ന ദീദിയുടെ ഓഫീസിൽ നിന്ന് വെസ്റ്റ് ബംഗാളിൽ MLA-മാരെ കൊണ്ടുപോകുന്നു. ഇതെല്ലാം RSSന്റെ പുസ്തകം വായിച്ച്, BJPയുടെ ഐഡിയോളജി വായിച്ച്, മോദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ ഒരു കൊമേഴ്ഷ്യലായിട്ട് അവർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന, വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ്, അതിലേക്ക് ആകർഷിച്ചിട്ടൊന്നുമല്ല. നമ്മൾ എന്താണ് ഇതിന് വിവരമുള്ളവരൊക്കെ പേര് കൊടുത്തു ഇത് പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലമാണെന്ന്. കാര്യം മനുഷ്യവിരുദ്ധമായ ഒട്ടും മാനവികമല്ലാത്ത ഒരു ഐഡിയോളജിക്ക് ഇത്രമേൽ അക്സെപ്റ്റൻസോ ഇന്ത്യ BJPയുടെ കയ്യിലായപ്പോൾ രാജ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP കടന്നു വരുന്നു. കലാപങ്ങളിലൂടെ, കൂട്ടക്കുരുതികളിലൂടെ, പൂർണ്ണ ഗർഭിണിയായ പെൺകുട്ടിയുടെ നിറവയർ കുത്തിക്കീറി ആ ഗർഭസ്ഥ ശിശുവിനെ പോലും ചുട്ടുകൊല്ലുന്ന രാജ്യത്തിന്റെ ചുക്കാൻ പിടിക്കുമ്പോൾ കോടതിയുടെ മുന്നിലെത്തി അവരെയൊക്കെ നിയമപരമായി അക്വിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഫൈസൽ ബാബു. ഞാൻ അതിലേക്ക് എത്തുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഒരു അതായത് ഒരു പാർട്ടി സ്വീകരിക്കേണ്ട ജനാധിപത്യ രീതികളാണോ ഇത്? നിയമപരമായി അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു ചോദ്യം. ഇതൊരു സാമ്പത്തിക അഴിമതിയാണെങ്കിൽ ആ സാമ്പത്തിക അഴിമതിയിൽ ഈ കവർച്ച കേസിലേതുപോലെ, കുഴൽപ്പണ കേസിലേതുപോലെ ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെട്ട ഒരു കേസായിട്ടാണ് ഇന്ന് പുറത്തു വന്നത്. ആ രീതിയിൽ ഈ കേസ് എന്തുകൊണ്ട് കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്നതാണ് ചോദ്യം. ശ്രീ PP ചിത്തരഞ്ജൻ, ഈ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയിലും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അവിടെയാണ് നേരത്തെ ശിവരാജൻ ചോദിച്ച ചോദ്യം. സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അന്വേഷണത്തിന്റെ കേന്ദ്ര ഏജൻസികൾ വരണമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്ന കവർച്ച കേസ്, കേരളത്തിൽ നടന്ന മറ്റൊരു സാമ്പത്തിക അഴിമതിയുടെ കേസ്, അതാണ് ഇന്ന് പ്രസിദ്ധിയുടെ ഫോൺ സംഭാഷണത്തിൽ പുറത്തു വന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്തെഴുതാത്തത്? ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇത് സംസ്ഥാന പോലീസിന്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല സാർ, ഇതിൽ സാമ്പത്തിക കുറ്റകൃത്യമാണ്. ഇത് അന്വേഷിക്കേണ്ടത് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പരിധിയിൽ ED ആണ്. ശ്രീ PP ചിത്തരഞ്ജൻ. ഡോക്ടർ അരുൺ, ഈ കേന്ദ്ര ഏജൻസികൾ എങ്ങനെയാണ് കേരളത്തിലും മറ്റ് സംസ്ഥാനത്തും BJP ഇതര ഗവൺമെൻറ്റുകളോടും രാഷ്ട്രീയ പാർട്ടികളോടും പെരുമാറുന്നത് എന്നതിനെ സംബന്ധിച്ച് ആരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ED വന്നാൽ, കസ്റ്റംസ് വന്നാൽ BJPക്കെതിരെ എന്തന്വേഷണം നടക്കുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതിനെല്ലാം ആരാ നിയന്ത്രിക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നതമായ, ഞാനത് പറഞ്ഞോട്ടെ സാർ, ബഹുമാനപ്പെട്ട ശ്രീ ശിവരാജൻ അങ്ങേ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. അങ്ങൾക്ക് എത്ര സമയം വേണേലും പറയാം. ഞാൻ വളരെ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. താങ്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേക്ക്. ഞാനൊന്ന് പറയട്ടെ സാർ. ഞാൻ പറഞ്ഞു വന്നത്, ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി മുതൽ ഇങ്ങോട്ട് എന്തിനേയും എങ്ങനെയാണ് BJP കൈകാര്യം ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ എത്ര നാളെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ജനാധിപത്യത്തിന് BJP കൊടുക്കുന്ന സ്ഥാനം നമുക്കറിയാമല്ലോ. 35 സീറ്റ് കിട്ടിയാൽ ഇവിടെ ജയിച്ച് ഭരിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ പിടികിട്ടിയില്ലേ? ഈ ഇവിടെ ഫൈസൽ ബാബു പറഞ്ഞതുപോലെ തോറ്റ് BJPക്ക് തിരഞ്ഞെടുപ്പ് മത്സരിച്ചാൽ മതി, ജയിക്കണമെന്നില്ല. അവർക്കറിയാം പിന്നീട് ജയിക്കാൻ. എങ്ങനെ? ആളെ വിലക്കെടുത്ത് കാശ് വിടുന്ന. ഞാൻ അതിലേക്ക് വരുന്നില്ല. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം എന്താ? ഈ കള്ളപ്പണം മുഴുവൻ, ഈ കുഴൽപ്പണം മുഴുവൻ ഇതൊരു ചെറിയ കാര്യമാണ്. അവരുടെ ചില സ്ഥാനാർത്ഥികളുടെ നോമിനേഷനൊക്കെ തള്ളിപ്പോയില്ലേ? BJPക്ക് അത്ര വിവരമില്ലാത്തവരാണോ? തലശ്ശേരിയിലടക്കം, ഗുരുവായൂരിലടക്കം ഈ കൊടകരയുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണം അങ്ങ് നീണ്ടു വരുമ്പോൾ BJPയുടെ ചില ഉന്നതന്മാരായ നേതാക്കന്മാർക്ക് പോകേണ്ടി വരും മൊഴി കൊടുക്കാൻ. വിളിപ്പിക്കും കേരള പോലീസ്. ബഹുമാനപ്പെട്ട ശ്രീ N ശിവരാജൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു പ്രവർത്തകനെതിരായി ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭാവിയായ ഒരു പെൺകുട്ടി ഒരു പരാതി കൊടുത്തു. അത് പോലീസിലല്ല, പാർട്ടിയിൽ. അതേക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയല്ലേ അന്വേഷിക്കേണ്ടതല്ല. കേസ് കൊടുക്കേണ്ട സ്ഥലം പോലീസ് സ്റ്റേഷനാണ്, പാർട്ടി ഓഫീസല്ല. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നിങ്ങൾക്കറിയാലോ. പോലീസിലോ അല്ലെങ്കിൽ കോടതിയിലോ പോകാതെ തന്നെ നമ്മുടെ രാജ്യത്ത് മധ്യസ്ഥന്മാർ മുഖാന്തരം, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മുഖാന്തരം പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനകത്ത് മധ്യസ്ഥത എന്നൊരു വാക്കില്ല സർ. ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ സ്ഥലത്തെ ഒരു MLA ശ്രമിച്ചാൽ അതിന് മധ്യസ്ഥത നിൽക്കുകയല്ല പാർട്ടിയുടെ ചുമതല.
അത് കേസിലെ രാജ്യത്തെ നിയമത്തിന് വിട്ടുകൊടുക്കലാണ് പാർട്ടിയുടെ ഉത്തരവാദിത്വം. ശ്രീ പി ചിത്തരഞ്ജൻ, ഡോക്ടർ അരുൺ, നിങ്ങൾ ഈ വിഷയത്തെ നിങ്ങൾ ദയവ് ചെയ്ത് ശിവരാജൻ പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട ഡോക്ടർ അരുൺ പറയരുതും. കാരണം എന്താ, ആ കുട്ടിയെ അവരൊരു പരാതി കൊടുത്ത പരാതി പാർട്ടി അന്വേഷിക്കണമെന്നാണ്. ഞങ്ങളുടെ പാർട്ടി അതേക്കുറിച്ച് അന്വേഷിച്ചു. അതിനകത്ത് ചില വർത്തമാനങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടനാപരമായ നടപടിയെടുത്തു. അതാണോ കൊടകര കേസ്? അതാണോ ഈ കോടികളുടെ തട്ടിപ്പിന്റെ കേസ്? അതാണോ ഈ രാജ്യത്തെ കൊടകര കേസിനെ നമുക്ക് ഒരു കാരണവശാലും ഈ ചെർപ്പളശ്ശേരി MLA-യുമായി ബന്ധപ്പെട്ട കേസുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് പി ചിത്തരഞ്ജൻ. കാരണം നമ്മളത് മുഴുവൻ അധ്യായം കണ്ടതാണ്. പെൺകുട്ടിയുടെ പരാതി പാർട്ടി ഫോറത്തിൽ എത്തിയാൽ, ആ പെൺകുട്ടിക്ക് പീഡനം നേരിട്ടു എന്ന തരത്തിലുള്ള ഒരു പരാതി പാർട്ടിക്ക് എത്തിയാൽ പാർട്ടി എന്താ ചെയ്യുക? പാർട്ടി ചെയ്യേണ്ടത് അത്തരത്തിലുള്ള പരാതികൾ കൈകാര്യം ചെയ്യേണ്ട നിയമ സംവിധാനത്തിന് വിട്ടുകൊടുക്കണം. അതാണ് ജനാധിപത്യ മര്യാദ. ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതി കൊടുക്കണം. MLA ആണെങ്കിലും ശരി, പാർട്ടി സെക്രട്ടറി ആണെങ്കിലും ശരി, പാർട്ടി സെക്രട്ടറിയുടെ ബന്ധുവാണെങ്കിലും ശരി. പക്ഷെ അത് ചെയ്തില്ല അന്ന് CPM. ആ കാര്യത്തിൽ അന്ന് നമ്മൾ ഏറെ ചർച്ച ചെയ്താണ്. ഞാൻ അതുകൊണ്ട് അതിലേക്ക് കൊണ്ടുപോകുന്നില്ല. കാരണം ഇവിടെ വിഷയം കൊടകരയാണ്. അതിനെ എനിക്ക് ചെർപ്പളശ്ശേരി വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ യാതൊരു താല്പര്യമില്ല. അത് നമ്മൾ ദീർഘനേരം ചർച്ച ചെയ്ത വിഷയമാണ്. എന്നിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത് പാർട്ടിക്ക് തന്നെ ഒരു അന്വേഷണ ഏജൻസി ഉണ്ട്, പാർട്ടിക്ക് തന്നെ ഒരു കോടതിയുണ്ട് എന്ന തരത്തിൽ നിരുത്തരവാദപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഞാൻ അതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ചെറിയ ഇടവേളയുണ്ട്. വെൽക്കം ബാക്ക്. കുഴൽപ്പണത്തിൽ കുരുങ്ങിയത് ആര് എന്നാണ് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം BJP പ്രതിനിധി ശ്രീ ശിവരാജൻ ഉണ്ട്. ശ്രീ ശിവരാജൻ, നേരത്തെ ഫൈസൽ ബാബു പറഞ്ഞതും ശ്രീ പി ചിത്തരഞ്ജൻ പറഞ്ഞതുമായ വിഷയങ്ങൾക്കുള്ള മറുപടി താങ്കൾക്ക് പറയാം. അതിനു മുൻപ് ഇപ്പോൾ പ്രകാശൻ പറഞ്ഞ വിഷയമുണ്ടല്ലോ, ഇന്ന് പ്രസീതയുടെയും അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെതുമായി വന്ന ടെലിഫോൺ സംഭാഷണം. അങ്ങനെ CK ജാനുവിന് 10 ലക്ഷം രൂപ ഡിജിറ്റൽ അല്ലാതെ അക്കൗണ്ടിലല്ലാതെ ഈ BJP സംസ്ഥാന അധ്യക്ഷനെ K സുരേന്ദ്രൻ കൈമാറിയാൽ അതൊരു കുറ്റമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. നിലവിലിരിക്കുന്ന സാമ്പത്തിക നിയമം അനുസരിച്ച് അതൊരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കേണ്ടി വരും. പക്ഷേ ആ കുറ്റകൃത്യത്തിനും അപ്പുറം വിശാലമായൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നം കൂടിയുണ്ട്. ഒരു പാർട്ടിയെ, ആ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയെ മറുകണ്ഠം ചാടിച്ച് NDAയിലേക്ക് കൊണ്ടുവരാൻ 10 ലക്ഷം രൂപ കൊടുക്കുകയാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ. ഇതേ ലോജിക്കാണോ ഈ 35 MLA-മാരെ കിട്ടിയാൽ സംസ്ഥാനത്ത് ഭരണം പിടിക്കുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പറയിപ്പിച്ച ചേതോവികാരം, ആത്മധൈര്യം? എന്നാൽ അതിന് മറുപടി പറയാം. ആദ്യം ഫൈസൽ ബാബു പറഞ്ഞൊരു വാക്കിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു ഗുജറാത്തിലെ ഗർഭിണികളായ സ്ത്രീകളെ ശൂലം വെച്ച് കുത്തിയുണ്ടോ, സ്ഥിരം മുസ്ലിം ലീഗിൻ്റെ ഭാഷയാണല്ലോ. നിങ്ങൾക്കറിയണം, ഫൈസൽ ബാബു ജനിക്കുന്നതിന് മുമ്പ് 1921 മലബാർ കലാപത്തിൽ കാടാമ്പുഴക്ക് തലവെട്ടിച്ച സ്ഥലം. അതിലേക്ക് പോകരുത് സാർ, നമ്മുടെ വലിയൊരു വിഷയമാണ്. ഞാൻ അതുകൊണ്ടാണ് ഫൈസൽ ബാബുവിനെയും അവിടെ ഇടപെട്ടത് നിർത്തിയത്. ആ കേസ്, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കേസ് കോടതി പരിശോധിച്ചതാണ്. അന്വേഷണ ഏജൻസികൾ അതെന്ത് കാരണവശാലും ആ കേസ് പിന്നീട് മറ്റൊരവസ്ഥയിലെത്തി. ഞാൻ അതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ ശിവരാജൻ, മാപ്പിള ലഹളയെ കുറിച്ച് പറഞ്ഞാൽ ഫൈസൽ ബാബുവിന് പറയാനുണ്ടാവും, പി ചിത്രഞ്ജന് പറയാനുണ്ടാവും. നമുക്ക് വിഷയം അതല്ല, നമുക്ക് മറ്റൊരു ദിവസം ആ വിഷയം ചർച്ച ചെയ്യാം. ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയും. ഇല്ല, ഞാൻ അതുകൊണ്ടാണ് തടസ്സപ്പെടുത്തിയത്. ഈ ചർച്ച വഴിമാറാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങേക്ക് മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചർച്ച തടസ്സപ്പെടുത്തിയത്. ശരി, പറഞ്ഞു. ചിത്തരഞ്ജൻ ഒരു കാര്യം ചിത്തരഞ്ജൻ പറഞ്ഞു, ED വന്നാൽ എന്താവും? ED വന്നാൽ BJP പറഞ്ഞാൽ കേൾക്കും. നിങ്ങളുടെ പോലീസോ, കേരള പോലീസോ, നിങ്ങൾക്ക് അത് മാത്രമേ വിശ്വാസമുള്ളൂ. വാളയാർ കേസിനെ അട്ടിമറിച്ചവർ, 2 പാവപ്പെട്ട പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊന്ന CPM-കാരെ രക്ഷപ്പെടുത്താൻ കൂട്ടുനിന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എഴുതി തന്ന കടലാസ് വായിച്ച് അത് അംഗീകരിക്കാൻ ഞങ്ങളാരാ? അയാൾ കുഴൽപ്പണമെന്നോ ആരോ പിടിക്കേണ്ട അയാളെക്കുറിച്ച് ചരിത്രം അറിയോ? എനിക്കറിയാം. വാളയാർ കേസിലെ ആ അമ്മ ഇന്നും കരുതുകൊണ്ടിരിക്കുക 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച് തൂക്കിയിലേറ്റിയ ആ പ്രതികളെ ജാമ്യമില്ലാതെ പുറത്തു വന്ന് ഇന്ന് സൂക്ഷിച്ച് നടക്കുക. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ കുഴൽപ്പണമാണ്, BJPക്ക് വന്നതാണ് എന്നാൽ ഞങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് അയാൾ വലുതായിരിക്കും, പഴയ SFI-കാരനായിരിക്കും, ഞങ്ങളത് വിശ്വസിക്കില്ല. അല്ല, ഈ വിഷയത്തിൽ ഇപ്പൊ BJP പാർട്ടി ഇടപെട്ടിട്ടുണ്ടല്ലോ ശ്രീ ധർമ്മരാജൻ. കാരണം ഈ ധർമ്മരാജന് ഈ റൂം എടുത്തു കൊടുത്തത്, നാഷണൽ ടൂറിസ്റ്റ് ഹോം MG റോഡിൽ എടുത്തു കൊടുത്തത് തൃശ്ശൂരിലെ BJP ഓഫീസിൽ നിന്നാണ്. ഈ ധർമ്മരാജനും ഈ പണവുമായിട്ടും BJPക്ക് ബന്ധമില്ലെങ്കിൽ തൃശ്ശൂരിലെ BJP ഓഫീസിൽ നിന്ന് എന്തിനാണ് ഈ
തൃശ്ശൂരെ നാഷണൽ ടൂറിസ്റ്റ് ഹോമിൽ ഇവർക്ക് റൂം എടുത്തു കൊടുക്കുന്നത്? ധർമ്മരാജനും ഷംജീറിനും റഷീദിനും എന്തിനാണ് തൃശ്ശൂരിൽ നിന്നുള്ള തൃശ്ശൂർ BJP ഓഫീസിൽ നിന്നും റൂം എടുത്തു കൊടുത്തത്? അല്ല, ധർമ്മരാജൻ്റെ കാഴ്ചം നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഞങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുവരുന്നു, രാത്രി സാമഗ്രികൾ കൊണ്ടുവരുന്നു, അതവിടെ ഇറക്കി വെക്കുന്നു, അത് കഴിഞ്ഞ് രാത്രി പോകാൻ ഉറങ്ങാൻ റൂം എടുത്തുകൊണ്ട് ഈ പണത്തെയാണോ അങ്ങ് ഈ സാമഗ്രികളെന്ന് ഉദ്ദേശിച്ചത്? ഞങ്ങള് കാരണം ഈ ധർമ്മരാജൻ കൊടുത്ത മൊഴിയിൽ സാമഗ്രികളില്ല, പണം മാത്രമേ ഉള്ളൂ. വാൾ പോസ്റ്റ് അത് അയാൾക്ക് ചോദിച്ചാൽ മതി, അത് എനിക്കറിയില്ല. അല്ല, ധർമ്മരാജൻ പറയുന്നു ഞാൻ സാധന സാമഗ്രികളുമായി വന്നതല്ല എന്ന്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നു അയാൾ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായിട്ട് വന്നതാണെന്ന്. നമ്മളിതിനകത്ത് എന്താ വിശ്വസിക്കേണ്ടത്? കൊണ്ടുവന്നയാൾ പറയുന്നത് വിശ്വസിക്കണോ, കൊടുത്തയാൾ പറയുന്നത് വിശ്വസിക്കണോ? ഞാനൊരു കള്ളക്കടത്തുകാരനെ കുടുങ്ങിയാളെ പറഞ്ഞത് വിശ്വസിക്കണം, എന്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് വിശ്വസിക്കണം. അതായത് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായിട്ടാണ് ധർമ്മരാജനും ഷംജീറും റഷീദും എത്തിയത് എന്ന് ഞാൻ പാർട്ടി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞാൽ അതേ ഞാൻ വിശ്വസിക്കുള്ളൂ. ഡോക്ടർ പറഞ്ഞ് വിശ്വസിക്കാൻ അല്ല. എന്നിട്ട് ആ റൂം എടുത്ത് കൊടുത്തയാൾ 4:30 ഏപ്രിൽ മാസം 3-ാം തീയതി രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ട് കഷ്ടിച്ച് കുടകര എത്തുമ്പോൾ 3.5 കോടി രൂപ, അതാണ് ധർമ്മരാജൻ ഒടുവിൽ പറഞ്ഞത്, 3.5 കോടി രൂപ കവർച്ച ചെയ്യപ്പെടുന്നു. അതിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് വ്യക്തമായി ഞങ്ങൾ സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അപ്പുറം നമുക്ക് ഒന്നും പറയാനില്ല. അത് ഞാൻ പറഞ്ഞേ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ ധർമ്മരാജനെ നിങ്ങൾക്ക് വിശ്വാസമാണോ ശ്രീ ശിവരാജൻ? എനിക്ക് അയാൾ അറിയേയില്ല. അല്ല, BJP പാർട്ടിക്ക് വിശ്വാസമായിരിക്കുമല്ലോ. എനിക്കറിയില്ല, ആളെ അറിയില്ലേ. അല്ല, ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ എന്ന് ഉദ്ദേശിച്ച് അങ്ങ് സ്വാഭാവികമായിട്ട് അന്വേഷിച്ചാണല്ലോ തൃശ്ശൂര് ജില്ലാ നേതാക്കളുമായിട്ടൊക്കെ. ഈ എന്ത് തെരഞ്ഞെടുപ്പ് സാമഗ്രികളാണ് ഈ ധർമ്മരാജൻ കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഞാൻ പാലക്കാട് മണ്ഡലത്തിലാണ്. സ്റ്റേറ്റിൽ നിന്ന് നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉള്ള ഫ്ലെക്സ് ബോർഡുകൾ, വാൾ പോസ്റ്റുകൾ, ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ മാനിഫെസ്റ്റോ, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. തൃശ്ശൂര് ഫ്ലെക്സ് അടിക്കാമല്ലോ സാർ. അല്ല, തൃശ്ശൂർ ഈ വാൾ പോസ്റ്റ് അടിക്കാമല്ലോ. അല്ല പോസ്റ്റ് ഞങ്ങൾ എവിടെ വേണമെങ്കിൽ അടിക്കാമല്ലോ. സ്റ്റേറ്റിൽ അടിക്കുമ്പോൾ തിരുവനന്തപുരം, കോഴിക്കോടുള്ള ധർമ്മരാജൻ തൃശ്ശൂരിലേക്ക് നരേന്ദ്രമോദിയുടെ പോസ്റ്ററുമായിട്ട് വരേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് നരേന്ദ്രമോദി, അമിത്ഷാണ് ഞങ്ങളുടെ താരങ്ങള്. അവരുടെ ഫോട്ടോ വെച്ചാൽ ഞങ്ങൾ വോട്ട് വാങ്ങുന്നത്. അപ്പൊ പാലക്കാട് ശിവരാജൻ ഈ ശ്രീധരന് വേണ്ടി, മെട്രോമാൻ ശ്രീധരന് വേണ്ടിയിട്ട് നിങ്ങൾ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയൊക്കെ പോസ്റ്റർ അടിച്ചു. അവിടെ ധർമ്മരാജനാണോ ഇത് വിതരണം ചെയ്തത്? അതോ കോഴിക്കോട് നിന്നാണ് മറ്റാരെങ്കിലും സാധന സാമഗ്രികൾ കൊണ്ടുവരികയായിരുന്നു? അങ്ങനെയായിരുന്നോ? അതോ കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട് നിന്നും? അല്ല, ഓരോ ജില്ലയ്ക്ക് അടുത്തുള്ള ജില്ലകൾ കൊണ്ട് കൊടുക്കുന്നത് സ്വാഭാവികമാണ്. അതൊക്കെ കൊണ്ടുവരുന്നേ, അതൊക്കെ ഇനിയും അതേ ചെയ്യും. ഞങ്ങൾ എവിടെ അടിക്കണം, എങ്ങനെ സപ്ലൈ ചെയ്യണമെന്ന് അതാണ് പാർട്ടി തീരുമാനിക്കും. അതനുസരിച്ച് കോഴിക്കോട്ട് അവിടെ പ്രിന്റിംഗ് പ്രസ് നല്ല പ്രസ്സുകളുണ്ട്, അവിടെ അടിച്ച് എല്ലാവരുടെയും കൊടുക്കുക. തൃശ്ശൂരിലേക്ക് കോഴിക്കോട്ടെ പ്രിന്റിംഗ് പ്രസിൽ നിന്ന് അടിച്ച നരേന്ദ്രമോദിയുടെ പോസ്റ്ററുമായിട്ടായിരിക്കാം ധർമ്മരാജൻ എത്തിയിട്ടുണ്ടാവുന്നത്. പക്ഷെ അങ്ങനെ ഏൽപ്പിച്ചയാൾ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോയി 3.5 കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ ഒരു അവിശ്വാസം രൂപപ്പെടുന്നില്ലേ ശ്രീ ശിവരാജൻ? എനിക്ക് ഞാൻ പറഞ്ഞു, ഈ ധർമ്മരാജൻ എന്ന ആളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, നമുക്ക് അറിയില്ല. അയാൾ പറഞ്ഞ് വിശ്വസിക്കാനില്ല. എൻ്റെ പണി എൻ്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനും പറഞ്ഞ് വിശ്വസിക്കലാണ് എൻ്റെ പണി. നമുക്ക് ആ കാര്യം എന്തായാലും പോലീസിന്റെ അന്വേഷണത്തിലിരിക്കുന്ന വിഷയമാണ്. പക്ഷേ 2 കാറിലായിട്ട് നരേന്ദ്രമോദിയുടെ പോസ്റ്ററുമായി കോഴിക്കോട്ടെ മികച്ച ഫ്ലെക്സ് സെന്ററിൽ നിന്ന് ധർമ്മരാജൻ അറിയില്ല. അതുപോലുള്ള ഈ തെരഞ്ഞെടുപ്പിലെ സാധന സാമഗ്രികൾ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻസ് അതുണ്ടാവും, നരേന്ദ്രമോദി ഉണ്ടാവും, അമിത്ഷാ ഉണ്ടാവും, എല്ലാ സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഈർക്കല പാർട്ടിയല്ല. ഒരു സീറ്റ് ലോകസഭയിലുള്ള പാർട്ടിയല്ല, ഞങ്ങൾ ഏറ്റവും വലിയ പാർട്ടിയാണ്. അതിനനുസരിച്ച് പ്രചരണം നടത്താനുള്ള കപ്പാസിറ്റി ഞങ്ങളിലുണ്ട്. സീറ്റുള്ള പാർട്ടിയല്ല, പ്രാദേശിക പാർട്ടി. അതിലേ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ, കോഴിക്കോട് പ്രിന്റ് ചെയ്തതാണെങ്കിൽ ആ പോസ്റ്ററിലെല്ലാം ഈ കോഴിക്കോട് പ്രിന്റ് ചെയ്തതിന്റെ പേരുണ്ടാവും. എവിടെയാണ് പ്രിന്റ് ചെയ്തത് എന്നത് എല്ലാ പോസ്റ്ററിലും ഉണ്ടാവും. പക്ഷെ നിർഭാഗ്യവശാൽ ഈ തൃശ്ശൂരിൽ പതിച്ച ഒരു പോസ്റ്ററിലും കോഴിക്കോട്ടിലെ പ്രിന്റിംഗ് പ്രസിന്റെ പേരില്ല. ഇലക്ഷൻ സാമഗ്രികൾ എന്ന് പറഞ്ഞാൽ
ട്രെൻഡിങ് വാൾ പോസ്റ്റ് മാത്രമാണ്. മാനിഫെസ്റ്റോ, ചിഹ്നം, മാനിഫെസ്റ്റോ കോഴിക്കോട് അച്ചടിച്ചാണോ തൃശ്ശൂർ കൊണ്ടുവരുന്നത് ശ്രീ ശിവരാജൻ? അതല്ലേ നിങ്ങൾ എല്ലാ പോസ്റ്റിലും പോയി നോക്കിയോ? ഡോക്ടർ പോയി നോക്കിയോ? ഞങ്ങൾ അടിച്ച വാൾ പോസ്റ്റിലൊക്കെ ഡോക്ടർ പോയി നോക്കിയോ എവിടെ നിന്ന് അടിച്ചതെന്ന്? ആരെങ്കിലും പോയി നോക്കിയിട്ടില്ല? കോഴിക്കോട് അടിക്കാറുണ്ട്. പാലക്കാട് അടിച്ചത് പാലക്കാട്ടേക്കുള്ളതും കോഴിക്കോട് നിന്നാണോ അടിച്ചത്? അല്ല, ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ട്, കോഴിക്കോട്ട് നിന്ന് വന്നിട്ടുണ്ട്, കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ ഭാഗത്തും കൊണ്ടുവരും. ഓക്കെ, അത് ആരോടും പെർമിഷൻ അല്ല അതിൽ നമ്മൾ തർക്കത്തിന്റെ ആവശ്യമില്ല. കാരണം അതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. പാർട്ടിക്ക് ഏത് തരത്തിലുള്ള സംവിധാനം ഉപയോഗിക്കാം. കോഴിക്കോട് നിന്നുള്ള മികച്ച പോസ്റ്ററുകൾ തൃശ്ശൂരിൽ കൊണ്ട് പതിപ്പിക്കാം. അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ പ്രകാശൻ പറഞ്ഞൊരു വിഷയമുണ്ട്. ഈ 10 ലക്ഷം രൂപ CK ജാനുവിന് കൊടുത്തു എന്ന് പാർട്ടിയുടെ അന്ന് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പാർട്ടിയിലെ ഘടകകക്ഷിയായ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ട്രഷററാണ് ഇന്ന് ആ വാർത്ത പുറത്തുവിടുന്നത്. ആ വാർത്തയിൽ എന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് ശ്രീ ശിവരാജന് തോന്നുന്നുണ്ടോ? CK ജാനുവിന് കെ സുരേന്ദ്രൻ 10 ലക്ഷം കൊടുത്തതായി അതിൽ ഒരു കഴമ്പുമില്ല. CK ജാനുവിന്റെ പാർട്ടി എന്താണെന്ന് നമുക്കറിയാം. അതിപ്പോൾ തന്നെ 4 കഷ്ടമായിട്ട് ഇരിക്കുക. ഇതിനു മുമ്പ് തന്നെ CK ജാനുവിനെ അത് പുറത്താക്കി. അപ്പം തന്നെ 3 കഷ്ടമായി, ഇപ്പം 4-5 കഷ്ടമായി. ഈ പാർട്ടിക്കാർ പറയണത് സംസ്ഥാന CK ജാനുവിനെ അതിൽ ചെയർമാനോ പ്രസിഡന്റോ അവരെ തള്ളി പറയുന്ന ഒരാളുടെ വാക്ക് നാം വിശ്വസിക്കണം. അങ്ങനെ സുരേന്ദ്രൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സുരേന്ദ്രൻ കൊടുക്കേണ്ട ആ വലിയ പാർട്ടിക്ക് അത്ര വരെ വോട്ടൊന്നുമില്ല. അവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും 30 വോട്ട് തികച്ചു വാങ്ങാത്ത പാർട്ടിയാണ്. അപ്പൊ ഈ നമ്മൾ കേട്ട ഓഡിയോ അതൊരു പക്ഷേ ഇവർ മാനിപ്പുലേറ്റ് ചെയ്തതായിരിക്കുമോ ശ്രീ ശിവരാജൻ? കെ സുരേന്ദ്രന്റെ ശബ്ദം അതിൽ കേൾക്കാം. ചെയ്യാലോ ഭരണം ഭരണം ഞാൻ കേട്ടിട്ടില്ല. ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേൾക്കാമെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ആ ശബ്ദഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഈ പ്രസീത പറഞ്ഞ ബൈറ്റ് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് ആ ടെലി നമുക്ക് കേൾക്കാം. ഈ ചർച്ച തീരുന്നതിന് മുമ്പായിട്ട് ടെലി കേൾപ്പിക്കാം ശിവരാജൻ. ഒരു നിമിഷം കൂടി ശ്രീ പ്രകാശൻ, ഇപ്പോൾ BJP നേതാവ് പറയുന്നത് അങ്ങനെ പൈസ കൊടുത്തിട്ടില്ല, അത് മാനിപ്പുലേറ്റ് ചെയ്തു. നിങ്ങൾ സംസ്ഥാന പോലീസിന്റെ സഹായത്തോടു കൂടി BJP അധിക്ഷേപിക്കാൻ നടത്തിയ നാടകമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദരേഖ എന്നാണ്. നിങ്ങൾ പണം കൊടുത്തു എന്ന് നേരിട്ട് ശ്രീ പ്രകാശൻ കണ്ടിട്ടുമില്ല എന്ന് പറയുമ്പോൾ ശിവരാജൻ പറയുന്നതിന് ആഴം കൂടുകയും ചെയ്യും. നമ്മുടെ മുൻപിലുള്ളത് ആകെയുള്ളത് ഈ ശബ്ദരേഖ മാത്രമാണ്. ആ ശബ്ദരേഖയിലുള്ളത് സുരേന്ദ്രന്റെ ശബ്ദമാണ്. പക്ഷേ അത് മോർഫ് ചെയ്തതാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് ശിവരാജൻ പറയുന്നത്. അങ്ങനെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ആർക്കും അങ്ങനെ പണം കൊടുക്കില്ല. അത് BJPയുടെ രീതിയല്ല, അല്ലേ ശിവരാജൻ? നിങ്ങൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾക്ക് പണം കൊടുക്കുക? അക്കൗണ്ടിലേക്ക് ഇട്ടല്ലേ? ഇപ്പൊ ഈ സ്ഥാനാർത്ഥികൾക്ക് പണം കൊടുക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾ അധ്വാനിക്കും, ഞങ്ങൾ നന്നായിട്ട് അധ്വാനിക്കും. ഞങ്ങളുടെ പാർട്ടിക്ക് പണം കൊടുത്തിട്ട് സ്ഥാനാർത്ഥി വാങ്ങേണ്ട ഗതികേട് ഇന്ന് സുൽത്താൻ ബത്തേരിയില്ല, കേരളത്തിൽ എവിടെയില്ല. കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് പണം കൊടുത്തിട്ട് ഒരു സ്ഥാനാർത്ഥി വാങ്ങേണ്ട ഗതികേട് ഇന്ന് BJPക്കില്ല. കേരളത്തിൽ മത്സരിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെറുപ്പക്കാരുണ്ട്. താങ്കൾ കേട്ടല്ലോ, BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. ശ്രീ ശിവരാജൻ പറയുന്നത് അനുസരിച്ച് പാർട്ടിക്ക് അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വവുമില്ല, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഏറ്റെടുക്കേണ്ട കാര്യവുമില്ല പണം കൊടുത്തിട്ട് എന്നാണ്. ഇത് ഒരു ഗൂഢാലോചനയാണോ എന്നാണ് BJP നേതാവ് സംശയിക്കുന്നത്. ശ്രീ പ്രകാശൻ, നിങ്ങൾ ഇന്ന് ഈ ശബ്ദരേഖ പുറത്തുവിടാനുള്ള കാരണം എന്താണ്? ഇതുവരെ ഒരു നിമിഷം ശ്രീ പ്രകാശൻ കേട്ടില്ല. ശ്രീ പ്രകാശൻ, ഈ ശബ്ദരേഖ ഇന്ന് പുറത്തു വരാൻ എന്താണ് കാരണം? എന്തുകൊണ്ടാണ് പ്രസീത ഇന്ന് ഈ മാധ്യമങ്ങളോട് ഈ വിവരങ്ങളെല്ലാം തുറന്നു പറയുന്നത്? അതവർ പറയുന്നത് കേസുമായിട്ട് യാതൊരു സാമ്പത്തിക ഇടപാടും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക ഇടപാടും നടന്നിട്ടില്ല എന്നുള്ളൊരു അതിന് ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ ഇന്ന് മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്തത്. അത് വ്യാജമാണോ അല്ല ഒറിജിനലാണോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അന്വേഷിക്കട്ടെ. ഇത് BJP നേതൃത്വം പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ചർച്ചയിലുള്ളവർ പറയുന്നത് അത് വ്യാജമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അന്വേഷിക്കട്ടെ, അത് സത്യമാണോ കളവാണോ ഇല്ല കാര്യത്തിൽ. സാമ്പത്തിക ഇടപാട് നടത്തിയിട്ട് 100% ഉറപ്പാണ്. അതിന് ഞാൻ മുൻപേ പറഞ്ഞല്ലോ, അവരെ പ്രദേശമായ കാട്ടിക്കുളത്ത് പോയിട്ട് 8-ാം തീയതി നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകൾ, അവരുടെ മൊബൈൽ ടവറും CCTV ദൃശ്യങ്ങളും പരിശോധിക്കട്ടെ. നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് പാർട്ടി എന്ന നിലയിൽ എനിക്കോ. ശ്രീ പ്രകാശൻ, ഈ അന്ന് ഈ 10 ലക്ഷം രൂപ വാങ്ങുന്നത് നിങ്ങളുടെ പാർട്ടി എന്തുകൊണ്ടൊരു നൈതിക പ്രശ്നമായി കണ്ടില്ല എന്നൊരു ചോദ്യമുണ്ട്.
ഇങ്ങനെ ഒരു പാർട്ടി 10 ലക്ഷം രൂപ തന്നൊരു സ്ഥാനാർത്ഥിയെയും മറ്റൊരു പാർട്ടിയെയും ഒരു മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരുന്നതാണോ? അതിനെപ്പറ്റി അതിൻ്റെ ഒരു വിഷയം പറഞ്ഞാൽ സാമ്പത്തിക പരിചയ പ്രതിസന്ധി ഉണ്ടവരെ പറഞ്ഞു ശരി. പക്ഷേ കെ സുരേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരമാണ്, അതായത് CK ജാനു അല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു സമ്മർദ്ദം വന്നു. ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ CK ജാനുവിനെ മത്സരിപ്പിക്കാൻ തയ്യാറാകുന്നത്. പക്ഷേ ശ്രീ ശിവരാജൻ, ഇപ്പോൾ ഫൈസൽ പറഞ്ഞത് ഈ CK ജാനുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ശ്രീധരൻ്റെ കാര്യത്തിലും നേരത്തെ വൈസ് ചാൻസലർ, മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇപ്പോൾ BJPയിലേക്ക് വന്നതിൻ്റെ പിന്നിലും AP അബ്ദുള്ളക്കുട്ടി വന്നതിൻ്റെ പിന്നിലുമെല്ലാം ഇത്തരത്തിലുള്ള ഒത്തിരി സംശയാസ്പദമായിട്ടുള്ള നടപടികളും നീക്കുപോക്കുകളും ഉണ്ടെന്നാണ്. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുള്ളതായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു ആക്ഷേപം വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും? കാരണം നേരിട്ടാണ് പ്രകാശൻ പറയുന്നത്. പ്രകാശൻ ആ പാർട്ടിയുടെ ചുമതലയുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രസീതയാണ് ഇതിന് ഇടനില നിന്നത്. 10 ലക്ഷം കൊടുത്ത് സ്ഥാനാർത്ഥിയെ വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പോഴും ചിലയിടങ്ങളിൽ നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നതും ഫീൽഡ് ചെയ്തിരിക്കുന്നതും നിങ്ങൾക്ക് കിട്ടിയ പണത്തിലൂടെയാണെന്നും ആ പണത്തിൻ്റെ ഉറവിടം ഡീമോണിറ്റൈസേഷൻ ആണ് എന്നുമാണ് ഫൈസൽ ബാബു പറഞ്ഞു വെച്ചത്. ഫൈസൽ ബാബുവിന് എന്ത് വേണമെങ്കിൽ പറയാം. ഫൈസൽ ബാബുവിന് നിർത്തിയ സ്ഥാനാർത്ഥികൾ ഓരോരാളെയും മലപ്പുറം ജില്ലയിൽ എനിക്കറിയാം. അവരൊക്കെ എന്താ കച്ചവടം, അവരെങ്ങനെ വന്നവരാണ്, എല്ലാവരുടെ ആസ്തിയൊക്കെ എനിക്കറിയാം. ഓരോ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഞാൻ മലപ്പുറം ജില്ലയിൽ 5 കൊല്ലം കഴിഞ്ഞ 2020 വരെ പ്രഭാരി ആളാണ്. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ഉറവിടത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഫൈസൽ ബാബു ആ കാര്യമൊന്നും പറഞ്ഞ് നമ്മളതാക്കല്ല. ഞങ്ങൾക്ക് പണം കൊടുത്ത് മെട്രോമാൻ എന്താ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആൾ, അയാൾ പരാജയപ്പെട്ട് സംഭവിക്കുന്നു. ഞങ്ങൾ ജനാധിപത്യത്തിൽ പരാജയം സംഭവിക്കുന്നു. അയാൾ നമ്മളാവണം പൈസ കൊടുത്തിട്ടാണോ നമ്മൾ വാങ്ങുന്നത്? നിങ്ങൾക്ക് അവർ ചെയ്ത കാര്യം തുറന്ന് പറയുന്നു. മുസ്ലിം ലീഗ് ചെയ്ത കാര്യം തുറന്ന് പറയുന്നു. എനിക്ക് ചേർക്കുള്ള അബ്ദുള്ള മുതൽ കാസർഗോഡ് അവരെ മുതൽ താഴെ വരെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ അഴിമതിയെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ എണ്ണി പറഞ്ഞു തരാം. ഞാൻ അനുഭവസ്ഥനാണ്. ശ്രീ ശിവരാജൻ, ഞാൻ തിരിച്ചു വരാം. അങ്ങ് പറഞ്ഞ വാദം ശരിവെച്ചുകൊണ്ട് CK ജാനു കൂടി നമുക്കൊപ്പം ചർച്ചയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യം CK ജാനുവിലേക്ക് പോകും മുമ്പ് ഇന്ന് പുറത്തു വന്ന ആ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ എനിക്ക് വേണം എന്നാണ് അവർ പറയുന്നത്. ഇതിൽ നമുക്കൊരു റോളും ഇല്ല. അപ്പോൾ അത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ 7-ാം തീയതിത്തെ അമിഷയുടെ മീറ്റിംഗ് പരിപാടി തുടങ്ങി അവർ സജീവമായിട്ട് രംഗത്തുണ്ടാകും. പിന്നെ ബത്തേരി സീറ്റ്, പിന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ, ബത്തേരി അവർക്ക് മത്സരിക്കേണ്ട ഒരു സീറ്റും, നമുക്ക് വേറെ സീറ്റൊന്നും വേണ്ട. പിന്നെ എന്താന്ന് ഇത് പറഞ്ഞില്ല, പോസ്റ്റ് പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മൾ പറഞ്ഞ് റെഡിയാക്കി അവരോട്. അതൊക്കെ അങ്ങനെ പറ്റൂലൂ. നമ്മളൊരു 3 മണിക്ക് ശേഷമാണ് അവിടെ ഇങ്ങോട്ട് വിട്ടത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ഈ ക്യാഷിൻ്റെ കാര്യം സാറിന് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്തോ. അവർക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ പിന്നെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു കാര്യം കൂടി തുറന്ന് പറയാം. അപ്പോൾ കുറേ ദിവസമായി ഇതിൻ്റെ വഴി ഇങ്ങനെ ഓടി നടക്കുക, 5 പൈസ കയ്യിലില്ല. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ നമ്മളൊരു പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഉള്ള ഇതിൽ. അതല്ല നമുക്ക് എന്തെങ്കിലും അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് പൈസ കൂടി നമുക്ക് തരണം. കാരണം നമ്മുടെ പാർട്ടിയുടെ വർക്കിനാണ്, അല്ലാതെ പേഴ്സണലി അല്ല പറയുന്നത്. അപ്പോൾ അതൊരു സാറിന് തോന്നുന്ന ഇതിൽ അതെന്താണ് സാർ പറഞ്ഞു, നമ്മൾ എവിടെയാണ് വരേണ്ടത്? അതിന് മുന്നേ കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. 7-ാം തീയതി 6-ാം തീയതി വന്നോട്ടെ, 6-ാം തീയതി ഞാൻ നേരിട്ട് കൈ കൊടുക്കാം. നിങ്ങളത് വന്നോ, അപ്പൊ പിന്നെ 7-ാം തീയതി വന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം ഈ പൈസ ഡീലിങ് ഇലക്ഷൻ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കലൊന്നും നടക്കില്ല. നമുക്കിപ്പം CK ജാനു കൂടി ചേരുന്നുണ്ട്. CK ജാനു, ഈ ശബ്ദരേഖയിൽ പറയുന്നത് പോലെ 6-ാം തീയതി കെ സുരേന്ദ്രനുമായിട്ട് ഒരു നേരിട്ടുള്ള കൂടിക്കാഴ്ച നടന്നിരുന്നു. 6-ാം തീയതി കെ സുരേന്ദ്രനുമായിട്ട് നേരിട്ടുള്ളൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല. ശരിക്കും ഇപ്പോൾ ഈ ശബ്ദരേഖയിൽ കേട്ട കാര്യങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു സാമ്പത്തിക ആവശ്യം സംവിധാനം ഉണ്ടെങ്കിൽ എനിക്ക് ശരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ വെച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ കെ സുരേന്ദ്രനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. കഴിഞ്ഞ കാലം NDAയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുപാട്
ഒരുമിച്ച് മീറ്റിങ്ങിൽ പങ്കെടുത്തതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നേരിട്ട് എനിക്ക് സംസാരിക്കുക, അവരുമായിട്ട് പറയുക, കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഇപ്പോൾ ഉള്ള അത്തരം ഒരു ബന്ധങ്ങളും സാധ്യതയും ഒക്കെ എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഇടനിലക്കാരെ വെച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യം സത്യത്തിൽ എനിക്കില്ല. ഈ സി കെ ജാനു, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്ര ലക്ഷം രൂപ BJP തന്നു? ഇല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശരിക്കും NDA എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. NDA എന്നുള്ള രീതിയിൽ കാര്യം നടക്കുമ്പോൾ അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും എല്ലാം അവർ ഒരുമിച്ചാണ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ലക്ഷത്തിന്റെ കണക്കൊന്നും ശരിക്കും എനിക്കറിയില്ല എത്രയാണ്. ഈ സി കെ ജാനു പണമായിട്ട് സി കെ ജാനുവിന്റെ കയ്യിൽ നേരിട്ട് പൈസ കെ സുരേന്ദ്രനോ BJP നേതാക്കളോ തന്നിട്ടില്ല? ഇല്ല, തന്നിട്ടില്ല. ഈ 8-ാം തീയതി കാട്ടിക്കുളത്ത് ചില സാമ്പത്തിക ഇടപാടുകൾ സി കെ ജാനു നടത്തിയെന്നാണ് അല്പസമയം മുമ്പ് പ്രകാശൻ പറഞ്ഞത്, ശരിയാണോ? 8-ാം തീയതിയോ? ഏപ്രിൽ 8-ാം തീയതി. അങ്ങനത്തെ ഒരു ഇടപാടേ ശരിക്കും നടന്നിട്ടില്ല. അങ്ങനത്തെ ഒരു ഇടപാടേ നടന്നിട്ടില്ല. അത് ഞാൻ അവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അവർക്ക് ഇന്ന് നോട്ടീസ് പോയിട്ടുണ്ട്. എന്തായാലും അവരുടെ കയ്യിലുള്ള മുഴുവൻ രേഖയും അവർ കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കട്ടെ, എന്ത് രേഖയുണ്ടെങ്കിലും. ഇന്നത്തെ മീഡിയയിലൊക്കെ പുതിയ ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ മീഡിയ വണ്ണുമായിട്ട് സംസാരിച്ച മീഡിയയിൽ എത്രയാ 36 ഏക്കർ ഭൂമി എൻ്റെ പേരിൽ എവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ആരോപണങ്ങൾ കൂടി വന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയം. അതായത് സി കെ ജാനുവിന് ഈ കഴിഞ്ഞ മാർച്ച് 6-ാം തീയതിക്ക് ശേഷം സാമ്പത്തികമായ ഒരു വർധനമുണ്ടായിട്ടില്ല, സ്വത്തുവകകളിലും വർധനമുണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ള പണമിടപാടുകളും മാർച്ച് 6-ാം തീയതിക്ക് ശേഷം സി കെ ജാനുവിന് ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള പണ ഇടപാടും നടന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ, നിയമപരമായിട്ട് കോടതിയിൽ നേരിട്ട് കൊണ്ടുവന്ന് കൊടുത്തോട്ടെ. ഇപ്പോൾ ആ നിയമത്തിൻ്റെ ഒപ്പം ഏത് സ്ഥലം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ഇപ്പോൾ നേരത്തെ പ്രസീത ഉന്നയിച്ചത് മുത്തങ്ങ തൊട്ടുള്ള മുഴുവൻ സമരത്തിൻ്റെയും കാര്യങ്ങളിൽ അന്വേഷണം നടത്തണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ പറയുന്ന മുത്തങ്ങ തൊട്ടാക്കണ്ട, ഞാൻ ജനിച്ച സമയം തൊട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചോട്ടെ. ആ മുഴുവൻ കാര്യങ്ങൾ അന്വേഷിച്ച് അതിന്റെ അന്വേഷണം നടത്തി അതിൽ എന്തൊക്കെ തിരിമറികൾ തട്ടിപ്പോ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി. LDF-ൽ നിന്ന് NDA-യിലേക്ക് എത്താൻ ഉള്ള ചർച്ച BJP-യുമായി നടത്തിയത് പ്രസീത കൂടി ഉൾപ്പെട്ട പാർട്ടി ഘടകമായിരുന്നു. അല്ല, ചർച്ചയിൽ അവരുണ്ടായിരുന്നു. ചർച്ച NDA ആയിട്ട് ഇപ്പോൾ BJP-യുടെ പ്രസിഡന്റ് സുരേന്ദ്രേട്ടനായിട്ട് നടത്തിയ ചർച്ചയിൽ അവരുണ്ടായിരുന്നു. അവരൊറ്റയ്ക്ക് സംസാരിച്ച ഈ ടെലിഫോണോ അപ്പോൾ ഈ സംഭാഷണം ശബ്ദരേഖ നമ്മൾ കേട്ടതോ? ഇത് ഇന്ന് മാതൃഭൂമിയുടെ ഇവിടുത്തെ ജില്ലാ ലേഖകനാണ് രാവിലെ ഈ സംഭാഷണം എന്നെ കൊണ്ട് കേൾപ്പിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭാഷണം നടന്നത് പോലും ഞാൻ അറിയുന്നത്. ഇപ്പോൾ എൻ്റെ പേര് വെച്ച് ഇത്തരം സംവിധാനങ്ങൾ വേറെ നടത്തിയിട്ടുണ്ടോയെന്ന് അതും കൂടെ ഒരു അന്വേഷണം വിധേയമാക്കണം എന്നാണ് ഞാനിപ്പോൾ ഈ പോലീസിൽ പെറ്റീഷൻ അടക്കം കൊടുക്കാനുള്ള നീക്കങ്ങൾ അതെ. സി കെ ജാനു അല്ല ഈ 10 ലക്ഷം വാങ്ങിയത്, ഈ 10 ലക്ഷം രൂപ പ്രസീതയടക്കം ഇടനില നിന്ന് വാങ്ങിയെന്നാണോ അങ്ങനെ ആരോപിക്കുന്നുണ്ടോ സി കെ ജാനു? അല്ല, ഇപ്പൊ ഞാൻ പറയുന്നത് ഇന്നത്തെ ഈ എന്താ ഫോൺ സംഭാഷണത്തിലൂടെയാണ്, സംഭാഷണം കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഈ 10 ലക്ഷം രൂപ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ഇടപാട് ശരിക്കും നടന്നിട്ടില്ല. ഈ 7-ാം തീയതി തെളിയിച്ചോട്ടെ, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. ശരി, ശ്രീ പ്രകാശൻ, നിങ്ങൾ എന്തിനാണ് സി കെ ജാനുവിനെ ഇങ്ങനെ 7-ാം തീയതി അമിത്ഷാന്റെ ഇപ്പോ കാലഘട്ടങ്ങളിൽ NDA-യുടെ ഒപ്പം നിന്നപ്പോൾ ഒരു നിമിഷം സി കെ ജാനു, എന്തിനാണ് പ്രകാശൻ നിങ്ങൾ ഈ സി കെ ജാനുവിനെ ഇങ്ങനെ ഈ നിരപരാധിയെ സി കെ ജാനുവിനെ നിങ്ങൾ ക്രൂശിക്കുന്നത്? സി കെ ജാനു ഇപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ പേരിലുള്ള ഏത് അന്വേഷണം നടത്തിക്കോളൂ. 8-ാം തീയതി താങ്കൾ പറഞ്ഞ കാട്ടിക്കുളത്തെ ഇടപാടൊന്നും സി കെ ജാനു നടത്തിയിട്ടില്ലെന്നാണ് സി കെ ജാനു പറയുന്നത്. നമ്മുടെ മുന്നിലുണ്ടല്ലോ, താങ്കൾ നേരിട്ട് കണ്ടിട്ടുമില്ല ഈ പണം കൈപ്പറ്റുന്നത്. ശ്രീ പ്രകാശ്, അല്ല പണം അതെ, അതിന് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അതിന് നിങ്ങൾ സാമ്പത്തിക ആരോപണം ഉന്നയിക്കുമെന്ന് അന്വേഷിക്കട്ടെ.
അല്ല, അങ്ങനെ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷയും സി കെ ജാനുവിനെ പോലുള്ള ഒരു നേതാവിനെ നമ്മൾ ഇരുട്ടിൽ നിർത്താൻ പാടില്ലല്ലോ പ്രകാശൻ. എന്റെ ചോദ്യം ഇതാണ്, സി കെ ജാനു 6-ാം തീയതി കെ സുരേന്ദ്രനുമായി തിരുവനന്തപുരത്ത് എവിടെ വെച്ചാണ് കണ്ടത്? നിങ്ങളുടെ കയ്യിൽ അതിന് എന്ത് തെളിവാണുള്ളത്? നിങ്ങൾ നേരിട്ട് അവിടെ പോയിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ല, ഈ പണം കൈപ്പറ്റുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ ഈ സ്ഥലത്തുണ്ടോ? കെ സുരേന്ദ്രനും ഈ സി കെ ജാനുവും 6-ാം തീയതി തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്ന സ്ഥലത്ത് നിങ്ങളുണ്ടോ? നമ്മുടെ കൃത്യമായിട്ടും നമ്മുടെ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാമ്പത്തിക ഇടപാട് നടത്തുന്ന സമയത്ത് സി കെ ജാനുവും സുരേന്ദ്രൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ റൂമിൽ. നമ്മളെന്താ പുറത്തെ വെളിയിൽ പ്രകാശൻ 6-ാം തീയതി ഈ കെ സുരേന്ദ്രനും സി കെ ജാനുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് ദൃക്സാക്ഷിത്വം വഹിച്ച ആളാണ്. താങ്കൾ നേരിട്ട് കണ്ടിട്ടുണ്ട്? സുരേന്ദ്രനും സി കെ ജാനുവിനും നമ്മൾ അങ്ങോട്ട് സുരേന്ദ്രൻ സി കെ ജാനുവിന്റെ റൂമിലേക്ക് കയറിയപ്പോൾ നമ്മൾ ദൃക്സാക്ഷിയാണ്. സി കെ ജാനു, ഹലോ. സി കെ ജാനു, പ്രകാശൻ പറയുന്നത് ഈ 6-ാം തീയതി നിങ്ങൾ തമ്മിൽ ഹോട്ടൽ മുറിയിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇവർ സാക്ഷികളാണെന്നാണ്. അങ്ങനെ നമ്മൾ കാണും? അതൊക്കെ പണമിടപാട് നടത്താനാണോ കാണുന്നത്? എന്തെല്ലാം സംസാരിക്കാനുണ്ട് ആളുകൾക്ക്. 6-ാം തീയതി ഒരു മുന്നണി സമവാക്യാകുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ കാണുന്ന എല്ലാ രാഷ്ട്രീയക്കാരുടെ അടുത്തും പണം വാങ്ങാൻ വേണ്ടിയിട്ടാണോ നമ്മൾ കാണുന്നത്? അപ്പൊ 6-ാം തീയതി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പൊ 6-ാം തീയതി സംസാരിക്കും. 6-ാം തീയതി സി കെ ജാനു കെ സുരേന്ദ്രനെ കണ്ടിട്ടുണ്ട്. അമിത്ഷാന്റെ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അതിന്റെ തലേ ദിവസമാണ് 6-ാം തീയതി. 7-ാം തീയതിയാണ് പരിപാടി. 6-ാം തീയതി കണ്ടിട്ടുണ്ട് സി കെ ജാനു കെ സുരേന്ദ്രൻ. 6-ാം തീയതി കണ്ടിട്ടില്ല. 6-ാം തീയതി കണ്ടിട്ടില്ല. അമിത്ഷാന്റെ പരിപാടി പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് സുരേന്ദ്രനെ കാണുന്നത്. അത് ഈ പറഞ്ഞതുപോലെ പാർട്ടി നേതാക്കളോടൊപ്പം ഹോട്ടലിൽ വെച്ചാണ്. സുരേന്ദ്രനെ കണ്ടിട്ടില്ല. ശ്രീ പ്രകാശൻ, നിങ്ങളിൽ ആരോ ഒരാളാണ് കള്ളം പറയുന്നത്. ഇത് സി കെ ജാനു കള്ളം പറയുന്നത് വിശ്വസിക്കുക ഈ ഘട്ടത്തിൽ സാധ്യമല്ല. സി കെ ജാനുവിനെ നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ കള്ളം പറയുന്നു എന്ന് എനിക്ക് ആരോപിക്കാനും കഴിയില്ല. 6-ാം തീയതി സി കെ ജാനു കെ സുരേന്ദ്രനെ കണ്ടിട്ടില്ലെന്ന് സി കെ ജാനു കട്ടായം പറയുന്നു. പ്രകാശൻ, അല്ല, അമിത്ഷാ പങ്കെടുക്കുന്ന പരിപാടിക്ക് മുമ്പേ എല്ലാ ഇടപാടുകളും നടത്തണമെന്നാണ് സി കെ ജാനു പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയാണ്. അതുപോലെ തന്നെ ആ പരിപാടികൾ മുമ്പേ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത് ഏത് ഹോട്ടലിൽ വെച്ചാണെന്ന് അറിയാമോ? ഹോട്ടലിന്റെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. തിരുവനന്തപുരം ഒരു ഹോട്ടലാണല്ലോ, അതുകൊണ്ട് ആ പേര് അത്ര എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ താങ്കൾ അതിന് സാക്ഷ്യം വഹിച്ചിരുന്നു. ഈ 6-ാം തീയതി കാട്ടിക്കുളത്തെ സാമ്പത്തിക ഇടപാടുകളെന്ന് താങ്കൾ പറഞ്ഞതിനെയും സി കെ ജാനു നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടില്ല. ഒരു 5 രൂപയുടെ പോലും അധിക സമ്പത്ത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സി കെ ജാനുവിന് കിട്ടിയിട്ടില്ലെന്നാണ് സി കെ ജാനു പറയുന്നത്. സാർ, അത് അവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതിനെല്ലാം നമ്മുടെ നിലവിലുള്ള നിയമ സംവിധാനം ഉപയോഗിച്ച് അന്വേഷിക്കണ്ടേ? അന്വേഷണ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അന്വേഷിക്കട്ടെ. ശ്രീമതി സി കെ ജാനു, എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്കെതിരെ ഇപ്പോൾ ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഇത്തരമൊരു ആരോപണവുമായി ഇറങ്ങുന്നത്? സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ കൊടകര പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ സി കെ ജാനുവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ BJPയെ താറടിക്കുക എന്നൊരു ഉദ്ദേശമുണ്ടെന്നൊരു ആരോപണം താങ്കൾക്കുണ്ടോ സി കെ ജാനു? ഇല്ല, എന്താണ് ഇതിനകത്ത് നടക്കുന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഓരോ ന്യൂസ് വരുമ്പോഴും മീഡിയ നമ്മളോട് വന്ന് ചോദിക്കുമ്പോഴുമാണ് ശരിക്കും എനിക്ക് ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അതിന് ഞാൻ മറുപടി പറയേണ്ടി വരുന്നത്. ഇപ്പോൾ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഉണ്ടായിട്ട് അത് വളരെ നിർജീവമായിരുന്നു. അതിൻ്റെ പ്രവർത്തനം ശരിക്കും സജീവമായിട്ട് ഇനിയാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ പാർട്ടി അധികാരത്തിൽ നിന്നും എന്നെ മാറ്റുന്നതിന് വേണ്ടി എനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ നാളുകളൊക്കെ ഈ പാർട്ടി എന്നുള്ള നിലയിൽ സംസാരിക്കുകയും ഇപ്പോൾ വെറും സി കെ ജാനു എന്നുള്ള നിലയിലേക്ക് ആ ആരോപണം ഒതുങ്ങി വന്നിട്ടുണ്ട്. അതിൽ കൂടി തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ആ പാർട്ടിയുടെ അധികാര സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റി അവർക്ക് ഇതിൻ്റെ അധികാര സ്ഥാനത്ത് നിന്ന് വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എനിക്കെതിരെയുള്ള പ്രചരണങ്ങളാണ് ശരിക്കും വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി സി കെ ജാനു, ഈ പ്രസീതയും പ്രകാശനും അടക്കമുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ ഈ BJPയിൽ നിന്ന് പണം പറ്റിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ഇതിൽ പ്രസീത പറയുന്നുണ്ട് എനിക്കും കുറച്ച് നഷ്ടമുണ്ടായി, എനിക്കും കുറച്ച് പണം വേണം എന്ന് കെ സുരേന്ദ്രനോട് പറയുന്നുണ്ട്. അല്ല, ആ കാര്യം ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ആ ഫോൺ സന്ദേശം
മാതൃഭൂമി ലേഖകൻ കമലു വന്ന് എന്നെ കേൾപ്പിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് അവർ പണം പറ്റിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല. ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, അതിൻ്റെ പുറകെ പോവുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കിയതിന് ശേഷം നിരന്തരമായിട്ട് മീഡിയ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്താനോ അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. എന്തായാലും അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് സി കെ ജാനു എന്നുള്ളത്. ശ്രീ പി ചിത്തരഞ്ജൻ, ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന ശബ്ദരേഖയെക്കുറിച്ചുള്ള വാസ്തവമാണ് ഇപ്പോൾ സി കെ ജാനു പറയുന്നത്. താൻ കെ സുരേന്ദ്രനെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടില്ല. കൊടകരയിലെ കുഴൽപ്പണം ശിവരാജൻ പറയുന്നതനുസരിച്ച് BJP-യുടെ പണവുമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടി മുഴുവൻ നമ്മൾ തേജോവധം ചെയ്യുകയല്ലേ എന്നൊരു ചോദ്യമാണ് BJP നേതാക്കൾ ചോദിക്കുന്നത്. ശ്രീ പി ചിത്തരഞ്ജൻ. അല്ല, ഇവിടെ ഇപ്പം ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നമാണ് സി കെ ജാനുവിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പണമിടപാടിൻ്റെ പ്രശ്നം. നമ്മൾ ചർച്ച ചെയ്തു വന്നത് BJP-യുടെ ഉന്നതരായ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള കൊടകര കുഴൽപ്പണ കേസാണ്. അതിൽ BJP-യുടെ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ഗണേഷ്, അദ്ദേഹം ഈ ധർമ്മരാജുമായിട്ട് സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹത്തെ ഈ സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും ഒക്കെ വന്നിട്ടുണ്ട്. ഈ സാധന സാമഗ്രികൾ എന്ന് പറഞ്ഞതിനകത്ത് വരുന്നതാണോ ഈ 3.5 കോടി എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ. കാരണം അതിനുശേഷമാണല്ലോ ഈ പണം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, പണം തട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും വിഷയങ്ങളും ഒക്കെ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, കർണാടക കേന്ദ്രീകരിച്ച് വടക്കൻ ജില്ലകളിൽ കോടിക്കണക്കിന് രൂപയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഈ കണ്ണൂരിലൊക്കെ എന്താ സ്ഥിതി? BJP-യുടെ നേതാക്കന്മാർ, RSSന്റെ നേതാക്കന്മാർ രണ്ടായി നിന്ന് വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ആക്ഷേപങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവിടുന്ന് 6.4 കോടി രൂപ കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ കണക്കില്ലെന്ന് പറഞ്ഞാണ് കണ്ണൂരിൽ ഇടി നടന്നുകൊണ്ടിരിക്കുന്നത്. മറുപടി കൂടി എടുത്ത് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഏകദേശം 1.5 മണിക്കൂറായി. ശ്രീ ശിവരാജൻ, ഇങ്ങനൊരു ആരോപണം പൊതുവെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പി ചിത്തരഞ്ജൻ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടാലും അവർ ഹാപ്പിയാണ്, അവർക്ക് കിട്ടേണ്ട പൈസ കിട്ടി. കോടിക്കണക്കിന് രൂപ കർണാടകയിലെ വ്യവസായികളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചു. അതിനുവേണ്ടി കേരളത്തിൽ കർണാടകയിൽ നിന്ന് അതിന് ചുമതലയുള്ളൊരു മന്ത്രി പോലും ക്യാമ്പ് ചെയ്തിരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. ഇത് കേവലം ആക്ഷേപമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? ചിത്തരഞ്ജനെ എന്ത് വേണമെങ്കിൽ പറയാം. തമിഴ്നാട്ടിൽ മത്സരിക്കാൻ DMK സ്റ്റാലിൻ്റെ കയ്യിൽ നിന്ന് 200 കോടി വാങ്ങി ആ സ്റ്റാലിനെ വഞ്ചിച്ചവരാണ് ഇവരുടെ പാർട്ടി. 200 കോടി രൂപ സ്റ്റാലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു സീറ്റിൽ മത്സരിച്ചപ്പോൾ, ലോക്സഭയ്ക്ക് ഒരു സീറ്റിലാണ് മത്സരിച്ചത്. 200 കോടി വാങ്ങിയവരാണ് ഇവര്, ഈ പാർട്ടി. ആ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് ആരും വിശ്വസിക്കത്തില്ല. ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് അത് ആരും വിശ്വസിക്കത്തില്ല. ഒരു കോർപ്പറേറ്റിൽ തമിഴ്നാട്ടിൽ ED എന്തുകൊണ്ട് പോയില്ല എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. സ്റ്റാലിനൊക്കെ 200 കോടി രൂപ ഒരു പാർട്ടിക്ക് കൊടുക്കുമെങ്കിൽ ഈ 37.5 കിലോ സ്വർണം വന്നതിന്റെ പേരിൽ കേരളത്തിൽ കണ്ട കലാപം നമ്മൾ കണ്ടതല്ലേ. എന്തുകൊണ്ട് ഈ തമിഴ്നാട്ടിൽ ED ഇതേ രീതിയിൽ ഇറങ്ങിയില്ല എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് ശിവരാജൻ. നിങ്ങളെ ഇത് സ്റ്റാലിൻ പറഞ്ഞ ഞാൻ പറയല്ല. ഇപ്പോ ജാനു ചേച്ചിയെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായല്ലോ. ഞാൻ ഇത് കണ്ടിട്ടില്ല, ഇതില്ല, അത് കഴിഞ്ഞു, ആ അധ്യായം കഴിഞ്ഞു. പിന്നെ സുരേന്ദ്രന്റെ വാക്ക് എനിക്കറിയാം. 85 മുതൽ സുരേന്ദ്രനെ കുറിച്ച് അറിയാം. ഞാൻ നേരിട്ട് പരിചയമുള്ള ആളാണ്. അയാളുടെ ഭാഷയല്ല അത് കേട്ടത്, അയാളുടെ വാക്കുകളില്ല. ഇത് വേറെ ഏതോ ഇപ്പോഴത്തെ പുതിയ ഇതില് സുരേന്ദ്രനെ കൊടുക്കാൻ വേണ്ടി പക്ഷേ അത് ഞങ്ങളാരും പ്ലാൻ ചെയ്തതല്ല. നിങ്ങളുടെ ഘടകകക്ഷിയായിരുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിലെ ട്രഷറർ പുറത്തുവിട്ട ശബ്ദം കൂടിയാണത്. എന്തായാലും ആ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ. കാരണം ഒരു പാർട്ടിയെയോ പാർട്ടി നേതാക്കളെയോ നമ്മൾ ഇരുട്ടത്ത് നിർത്താൻ പാടില്ല ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം. പക്ഷേ കുഴൽപ്പണം അതാര് കടത്തിയാണെങ്കിലും രാജ്യദ്രോഹ കുറ്റം തന്നെയാണെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയേണ്ടി വരും. അതിനാര് കൂട്ടുനിന്നോ അവരെ രാജ്യസ്നേഹത്തിന്റെയോ രാജ്യസ്നേഹിയുടെയോ പട്ടികയിൽ പെടുത്താനും കഴിയില്ല. അത്രമാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ അന്വേഷണത്തിന് നിങ്ങൾ എത്തിയാൽ, ഇത് തെളിയിച്ചാൽ, ഈ ദേശക്കൂറുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യം തുടരുക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പിന്റെ പേരിൽ കുഴൽപ്പണത്തിന്റെ കളിയാട്ടം നടക്കാൻ പാടില്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ.